أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ربنا زدنا علما ربنا زدنا علما അൽഹംദുലില്ലാ റമദാനിലെ നമ്മുടെ പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു മാസം ഏറെ നമ്മൾ സാധാരണ നമ്മൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് പോലെയല്ല നമ്മുടെ ഈ ഒരു കൂട്ടായ്മയും ഇതിലൂടെ നമ്മളിങ്ങനെ അല്ലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് കൊണ്ട് പറഞ്ഞു കൊടുത്തും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഓരോ വിശേഷപ്പെട്ട അല്ലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അല്ലെ ഓരോന്നിനെയും നമ്മൾ കാത്തിരിക്കുകയും അതിനെ സ്വീകരിക്കുകയും അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ നേരവും നമുക്ക് കേൾക്കാനും പഠിക്കാനും അറിയാനും സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ നൂറ് സദ്രി എന്ന അത് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഖുർആൻ തദബ്ബുർ അല്ലെ എല്ലാവർക്കും ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുവാനും ഓരോരോ നമ്മൾ മുമ്പ് കേട്ടതോ പഠിച്ചതോ ആയ ആയത്തുകളാണെങ്കിൽ പോലും വളരെയധികം അല്ലെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാക്കി മാറ്റുകയാണ്. അല്ലെ ആയിഷ മാം പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്താണ് പിടിച്ചു കുലുക്കുന്ന പോലെയാണ്. സുബ്ഹാനല്ലാഹ്. വീണ്ടും ഇപ്പോ റമദാൻ ആയപ്പം ക്ലാസ്സുകൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തപ്പം പിന്നെയും മനസ്സിലേക്ക് വന്നത് നമ്മുടെ ഫാത്തിഹയിലെ ദുആ തന്നെയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നമ്മൾ എത്ര പ്രാവശ്യം ഫാത്തിഹ അല്ലെ പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാൻ തുടങ്ങിയ ആളുകളാണെങ്കിൽ അല്ലെ നമ്മൾ ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ പ്രാവശ്യം അല്ലെ. ഫർദ് നമസ്കാരത്തിൽ മാത്രം 17 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുന്നവരാണ് സാധാരണയായിട്ട്. അതിന്റെ കൂടെ ഇപ്പൊ റമദാനിലാകുമ്പോൾ നമ്മൾ തറാവീഹും വിത്റും ഒക്കെ ആയിട്ട് എത്ര പ്രാവശ്യമാണ് സുബ്ഹാനല്ലാഹ് ഫാത്തിഹ. ഒരു നമസ്കാരവും ഇല്ല ഫാത്തിഹ ഇല്ലാതെ. ഫാത്തിഹ ഇല്ലാത്തവന് നമസ്കാരമില്ല അല്ലെ. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ ഏറെ ഇഷ്ടപ്പെടേണ്ട നമ്മുടെ ഖുർആനിന്റെ ഉമ്മുൽ ഖുർആനായ ഉമ്മുൽ കിതാബായ അല്ലെ ആ ഒരു ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലെ ആ ഒരു സൂറത്ത്, ആ ഒരു സൂറത്തിലെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുആ സുബ്ഹാനല്ലാഹ് എത്രത്തോളം നമ്മള് അല്ലെ മനസ്സ് തട്ടി തന്നെ ചോദിക്കണം എന്നുള്ളത് പിന്നെയും പിന്നെയും ചിന്തിക്കുമ്പോൾ, കാരണം നമുക്ക് ഏറ്റവും വേണ്ടുന്ന കാര്യം എന്താണ്? അത് ഹിദായത്താണ്. അതാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. വെറുതെ ചോദിച്ചു പോവുക മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? അതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. നമ്മൾ ഇല്ലേ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഖുർആൻ ഇപ്പം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി ഖുർആനിൽ തന്നെയാണ് ദാലിക കിതാബുൽ ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു ഡൗട്ടും ഇല്ല എവിടെയാണ് നമുക്ക് ശരിക്കും എന്തുള്ളത്, ഹുദ കിട്ടുക ഖുർആനിലാണ്. നമ്മൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്. ഖുർആൻ ആർക്കാണ് കിട്ടുക എന്ന് മനസ്സിലായി? മുത്തഖീങ്ങൾക്ക്. അപ്പൊ നമ്മൾ മുത്തഖികളാകണം, തഖ്വയുള്ളവരാകണം. അപ്പൊ ഈ റമദാൻ എന്തിനാ അല്ലാഹ് നമുക്ക് തന്നിട്ടുള്ളത്? അല്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറഞ്ഞു എന്തിനാണ് ഖുർആൻ തന്നിട്ടുള്ളത് എന്നുള്ളത്. അല്ല സോറി, റമദാൻ നമ്മൾക്ക് തന്നിട്ടുള്ളത്, റമദാനിലെ നോമ്പ് നമ്മൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് ആ ഒരു മാസത്തിനെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് ആ മാസം നമ്മൾക്ക് തഖ്വയെ ആർജിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞു. വീണ്ടും നമുക്കറിയാം നമ്മളുടെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ മോർ തഖ്വ വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോ റമദാൻ, ഖുർആൻ, നമ്മളുടെ ഈ ഒരു നോമ്പ് അല്ലെ, നോമ്പിൽ നമ്മൾ കൂടുതലായി ചെയ്യുന്ന ഇബാദത്തുകൾ നോർമലി നമ്മൾ ഉള്ള ദിവസങ്ങളിലെ പോലെ അല്ല റമദാൻ എന്ന് പറയുന്നത്. ഒരുപാട് 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 നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കും, ദിക്റുകളും അല്ലെ. നമ്മൾ സംസാരം കുറയ്ക്കും, പഠിക്കാനും മനസ്സിലാക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും സാധാരണക്കാർ അല്ലെ ആ ഒരു സമയത്തിലേറെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു തഖ്വ, സുബ്ഹാനല്ലാഹ്, അത് നമ്മൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ആ തഖ്വക്ക് അനുസരിച്ചിട്ടുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കാരണം റബ്ബിന്റെ അടുത്ത് ഹുദ ചോദിച്ചു, ഹുദ ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞു, അള്ളാഹു നമ്മൾക്ക് വഴി കാട്ടിത്തന്ന്, നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതിനനുസരിച്ച് ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോ സമയം അല്ലെ സെക്കൻഡും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരാളിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ്. കാരണം നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ, നമ്മൾ ദീനിലേക്ക് അടുക്കുമ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള ബാഹ്യമായ കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നമ്മളുടെ കൂട്ട് നന്നാക്കാൻ നമുക്ക് എളുപ്പമാണ്, അതോടൊപ്പം തന്നെ നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈലോ ഇനി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനോ അതൊക്കെ എളുപ്പമാണ്. പക്ഷേ സ്വഭാവം നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റുപാടും കാണുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. എല്ലാവരും പഠിക്കുന്നവരും അറിയുന്നവരും ഒക്കെ ആയിരിക്കാം, പക്ഷെ സംസാരം കൊണ്ട്, പെരുമാറ്റങ്ങൾ കൊണ്ട് അല്ലെ സഹിക്കാൻ പറ്റാത്ത വേദനകൾ പലരിൽ നിന്നും, അവരൊക്കെ പഠിക്കുന്നവരും അറിയുന്നവരും ഒക്കെ ആണെങ്കിൽ കൂടി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ടൈപ്പാണ്. അതായത് നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അല്ലെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനകൾ ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ സഹായം എത്തിക്കേണ്ടടുത്ത് നമ്മൾക്ക് ഇതൊക്കെ പഠിച്ചിട്ടും ഒരു സഹായം എത്തിക്കാൻ പറ്റാതെ, എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നിൽ നിൽക്കാൻ പറ്റാതെ നമുക്ക് ആയി പോകുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ്. കാരണം നമ്മൾ ഇത് മാത്രം, നമ്മൾ എല്ലാം ഇല്ലേ എല്ലാ കാര്യങ്ങളും അള്ളാഹു പറയുമ്പോഴും നമ്മളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ സാമൂഹ്യപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഖുർആനിലൂടെ നമുക്ക് വഴി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ വഴികാട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോഴും നമ്മൾ എന്ത് കാണണം? ആ വഴി കാണണം, ആ വഴിയിലൂടെയാവണം നമ്മൾ നീങ്ങേണ്ടത്. അതിലൂടെ നീങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതിലൂടെ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങും. പ്രവർത്തിക്കാനാണല്ലോ ഖുർആൻ അല്ലെ, ഐൻ ടു അമൽ. സുബ്ഹാനല്ലാഹ്, പിന്നെയും പിന്നെയും നമ്മളെ ടീച്ചർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ഒരു കാര്യം. നമുക്ക് അതാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ എവിടെ എത്തി? സുബ്ഹാനല്ലാഹ്. ഏതായാലും നമുക്ക് ഫാത്തിഹയുടെ ആ ഒരു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ ഓരോ ദുആകൾ നമ്മൾ ഏത് പറയുമ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ റമദാനിൽ എനിക്ക് കൂടുതൽ ഇപ്പം ഇഷ്ടം തോന്നുന്നത് ഈ ഒരു ദുആ തന്നെയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അത് വേണമല്ലോ, അത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ട് അല്ലെ, ദുനിയാവിൽ എന്ത് കിട്ടിയിട്ട് എന്താ? അസ്തഗ്ഫിറുല്ലാഹ്. ഹിദായത്തല്ലേ നമുക്ക് വേണ്ടത്, നേർമാർഗം. അതിലൂടെയല്ലേ നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിലൂടെയല്ലേ നമുക്ക് റബ്ബിന്റെ അടുത്തേക്ക് ചെന്നെത്താൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് നമ്മളെ നമസ്കാരത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഫാത്തിഹ പഠിക്കാത്തല്ല, ഈ ആയത്ത് പഠിക്കാത്തതല്ല അല്ലെ, പക്ഷെ വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചിന്തയിലേക്ക് നമ്മൾക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് ഇതിന് മുമ്പ് റംദാന്റെ ഒക്കെ മുന്നേ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതില് പറയുന്നുണ്ടായിരുന്നു 3 കാര്യങ്ങൾ, 3 ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്? ഇന്ന് പറഞ്ഞ വാക്കിൽ ഏറ്റവും മനോഹരമായ വാക്ക്, നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ പറഞ്ഞ വാക്കിൽ ഏറ്റവും മനോഹരമായ വാക്ക് ഏതാണ്? അല്ലെ, ക്ലാസ് കേട്ടവർക്ക് ചിലപ്പം പറയാൻ പറ്റുമായിരിക്കും. ഏറ്റവും നല്ലത് അല്ലെ അള്ളാഹുവിനെ സ്തുതിക്കലാണല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ എത്ര പ്രാവശ്യം നമ്മളത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സമയമാകുമ്പോഴേക്കും അല്ലെ? ഏറ്റവും നമ്മൾ പറയുന്ന നല്ല വാക്കെന്ന് പറയുന്നത് അല്ലെ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഷെയർ ആവുന്നില്ലല്ലോ, ആയിട്ടില്ലല്ലോ, ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. റഷി പറയും പോലെ കാണുന്നില്ലല്ലോ. അല്ല, ഞാൻ വിചാരിച്ച് സമയം ആയിട്ടില്ല. വിളി നേരത്തെ ഷെയർ ആവുന്നുണ്ടായിട്ടില്ല, ഫസ്റ്റ് തുടങ്ങിയിട്ട് പിന്നെ ഷെയർ ആയിട്ടില്ല. റഷി കേൾക്കുന്നില്ലാവോ? ഇല്ല, ഞാനിവിടെ സ്ക്രീൻ വെച്ച് നിൽക്കുന്നുണ്ട്, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ കാണുന്നുണ്ടാ വിചാരിച്ചു. ഇല്ല, ഷെയർ ആവുന്നില്ല, ഫസ്റ്റ് മുതലേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഞാൻ ബാക്ക് എടുത്തപ്പോ അത് പോയിട്ടുണ്ടാവുമായിരിക്കും. ഒരു സെക്കൻഡ്, ഇപ്പൊ ഷെയർ ആക്കാമേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതിൽ ഏറ്റവും മഹത്തായ വാക്ക് നമ്മൾ എവിടെയെങ്കിലും നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് നിൽക്കും. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മഹത്തായ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ ഏറ്റവും നമ്മൾ സംസാരിച്ചതിൽ ഏറ്റവും നല്ല സംസാരം ഏതാണ്? കാരണം നമുക്കറിയാലോ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് തന്നെ ഉണ്ട് അല്ലെ, സൂറത്തുൽ മുനാജാത്ത് എന്ന്. അള്ളാഹുമായിട്ടുള്ള എന്താണ്? മുനാജാത്താണ്. നമ്മൾ അല്ലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു രസമാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, റബ്ബിനോട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും നല്ല സംസാരം എന്താണ്? പഠിച്ചവനെ നമ്മൾ പറയുകയും ചോദിക്കുകയും ചെയ്യുകയാണ് ആ ഒരു ആയത്തിലൂടെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, ഞാൻ നിന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ കേട്ടാ. വേറെ ഒന്നും എനിക്കില്ല, വേറൊന്നും ദുനിയാവിൽ എനിക്കില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ എനിക്ക് എല്ലാം എന്റെ എന്ത് കാര്യം ശരിയാക്കി തരാൻ ആര് മാത്രമേ ഉള്ളൂ? നീ മാത്രമേ ഉള്ളൂ.
അപ്പൊ പറയാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ എന്തൊരു സഹായം റബ്ബേ, അത് നിന്നോട് മാത്രമേ ഞാൻ ചോദിക്കണുള്ളൂ. അത് നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും ഇപ്പുറത്ത് വേറെ കാര്യങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആത്മാർത്ഥതയോടുകൂടി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോ നല്ല സംസാരമാണ് അവിടെ നമ്മൾ റബ്ബിനോട് നടത്തിയിരിക്കുന്നത്. റബ്ബേ, ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ ഇബാദത്തുകളെല്ലാം നിനക്കാണ്, നീ എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും നിന്റെ ഹെൽപ്പ് എനിക്ക് വേണം, ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കണുള്ളൂ, അല്ലെ? പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ റബ്ബ് റെഡിയാണ്. നമുക്കറിയാലോ, ഫാത്തിഹയുടെ എത്രയോ പഠിച്ചതാണ്, അതൊന്നും വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്നതാണ് ഇനി ചോദിക്കുന്നുള്ള ഇതായിട്ട് റബ്ബ് റെഡി ആയിട്ട് നിൽക്കുക. ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു ഡീലാണത്, അല്ലെ? അപ്പം ആരാണെങ്കിലും അപ്പൊ ഞാൻ ഇന്ന ആളുമായിട്ട് ഓക്കെ സെറ്റാണ്, ഇനി ചോദിക്കുക എന്താന്നുള്ളത് ചോദിക്കുക എന്നുള്ള രീതിയിലാണ് റബ്ബ് അവിടെ റെഡിയായി നിൽക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ ചോദ്യം അയച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ റബ്ബിനോട് ചോദിച്ചത്, അപ്പൊ അതാണ് പറയുന്നത്, ഇന്ന് നമ്മൾ ചോദിച്ചത് റബ്ബിനോട് ഏറ്റവും നല്ല ചോദ്യം എന്തായിരുന്നു, ഏറ്റവും നല്ല ദുആ ഏതായിരുന്നു? ഇത് തന്നെയായിരുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏറ്റവും നല്ല വാക്കെന്ന് പറയുന്നത് അല്ലെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും നല്ല സംസാരം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്തുകൾ നിനക്കാണെന്നും നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിന്നെ നമ്മൾ റബ്ബിനോട് ചോദിച്ച ഒരു ചോദ്യം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം റബ്ബിനോട് ചോദിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു നേരായ മാർഗം, അല്ലെ, റബ്ബിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ലവരായിക്കൊണ്ട് ജീവിച്ചുള്ള, അല്ലെ, അതിനുള്ള ഒരു ഹിദായത്ത് നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിക്കും നമ്മൾ ഈ ആദ്യം നമ്മൾ റബ്ബിനോട് ഹബ്ദിലൂടെ ശുക്രിലൂടെ ഒക്കെ റബ്ബിനോട് അടുത്ത് അത്രയും നമ്മൾ എല്ലാം റബ്ബിനാണ്, നമ്മുടെ ഇബാദത്തുകൾ മൊത്തം റബ്ബിനാണെന്ന് പറഞ്ഞ്, അല്ലെ, നമ്മൾ എല്ലാറ്റിനും ഏതിനും റബ്ബിന്റെ ഹെൽപ്പ് വേണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലപ്പോ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ ചോദിച്ച് നല്ല വാക്കിലൂടെ നല്ല സംസാരത്തിലൂടെ നമ്മൾ റബ്ബിനോട് അടുത്തുകൊണ്ട്, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നമ്മളെ മനസ്സിലതങ്ങ് പതിയണം. നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം, നമ്മുടെ ചോദ്യം, അല്ലെ, എന്നിട്ട് നമ്മൾ റബ്ബിനോട് ചോദിച്ചു, അല്ലെ, ഏറ്റവും നമുക്ക് ആവശ്യപ്പെട്ട, അല്ലെ, പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒരു നേർമാർഗം. നമ്മുടെ നേർമാർഗം എന്താണ് നമുക്കറിയാം, ഖുർആനാണ്. ഖുർആനിലൂടെ നമുക്ക് ജീവിതം കാണിച്ചു തന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്കറിയാം, എല്ലാ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അപ്പൊ നമുക്ക് ഹിദായത്ത് വേണം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലേ? ഈ മാറ്റങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ഇന്നലെ ചോദിച്ച ചോദ്യം ശരിക്കും തന്നെ ഒരു വല്ലാതെ ചോദ്യമല്ല, സംസാരത്തിൽ വന്നൊരു കാര്യമാണെങ്കിൽ, ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് നമ്മൾ യാത്ര ചോദിക്കാനായിട്ട് ഒരു ഫാമിലിയുടെ അടുത്ത് പോയപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹജ്ജിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോ അവര് പറയുന്നത്, ഹജ്ജിന് പോയാൽ എല്ലാവരും നന്നാവും എന്നാണ് പറയുക. പക്ഷെ ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. അതായത് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അധികവും കുറെ പ്രായം എത്തിക്കഴിഞ്ഞ് ഇനി നന്നാവാം എന്നുള്ള ഒരു ഉറപ്പെത്തുന്ന ആൾക്കാരാണ് ഹജ്ജിന് പോവുക. എന്നിട്ട് പോലും നന്നാവാത്ത വാക്കുകൾ കൊണ്ട്, പെരുമാറ്റങ്ങൾക്ക് നന്നാവാത്തതായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇതൊന്നും നമ്മളെ നന്നാക്കുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നോക്കുക. ഒരു ഹജ്ജ് കഴിഞ്ഞ് എന്നിട്ട് ഒരു നന്നായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ്സിൽ പോകുന്നുണ്ട് ഒരു നന്നായിട്ടില്ലല്ലോ. എന്റെ അവസ്ഥ എന്താണ്? ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വന്നു, ഇനി എന്തെല്ലാം മാറ്റങ്ങൾ എനിക്ക് വരുത്തേണ്ടതുണ്ട്, അതിന് എന്തെല്ലാം മാർഗങ്ങൾ ഞാൻ ഖുർആനിലൂടെ തപ്പിക്കൊണ്ടിരിക്കണം. കാണുന്നതെല്ലാം എന്നെ നന്നാക്കാനാണ്, എന്നെ മാത്രം നന്നാക്കാനാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഖുർആനിലേക്ക് നോക്കേണ്ടതും നീങ്ങേണ്ടതും. സുബ്ഹാനല്ലാഹ്. തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ പഠനത്തിലും നമ്മുടെ കൂട്ടുകെട്ടിലും മാത്രമല്ല ഉണ്ടാവേണ്ടത്. അൽഹംദുലില്ലാഹ്, ആ കാര്യത്തിൽ നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ ദിവസം രാവിലെ തുടങ്ങുന്നത് മുതൽ നമ്മുടെ ജീവിതം, അല്ലെ, ഏറ്റവും നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റ് നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ, മക്കളോട് സംസാരിക്കുന്നതിൽ, ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിക്കുന്നതിൽ, പെരുമാറുന്നതിൽ, മാതാപിതാക്കളോട്, ഭർത്താവിന്റെ മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, അയൽക്കാരോട്, വീട്ടിൽ വരുന്നവരോട്, എന്തെങ്കിലും സഹായം ചോദിച്ച് വരുന്നവരോട്, വീട്ടിൽ പണിയെടുക്കാൻ വരുന്നവരോട്, നമ്മളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളോട്, ഇതൊക്കെ നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളോട് എല്ലാ കാര്യത്തിലും, അത് നമ്മളുമായിട്ട് ഇങ്ങനെയുള്ള കണക്റ്റഡ് ആവുന്ന ആളുകളുടെ കാര്യത്തിലാണ്. നമ്മുടെ ജോലിയുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി കുറെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതെല്ലാവരും ട്രൈ ചെയ്യണം. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പോലും ആ ഡോക്ടർ
അവരുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴും ചിലപ്പോൾ നിസ്കാരം മിസ്സാവുകയോ അല്ലെങ്കിൽ പിന്നെന്താണ് ആ ഡോക്ടറെ കാണിച്ചാൽ ശരിയാവുമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയോ അല്ലല്ലോ. എവിടെയും ശിഫ നൽകുന്നവൻ അള്ളാഹു ആണെന്നൊരു ഉറപ്പ് അവിടെയും വേണമല്ലോ. സുബ്ഹാനല്ലാഹ്. മക്കളുടെ കാര്യത്തിൽ അല്ലെ നമ്മൾ പലപ്പോഴും അല്ലെ മക്കൾ അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, അവിടെ പഠിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ തിരിച്ചു വിടാതെ എല്ലാ കാര്യങ്ങളും മറ്റേതിൽ ദുനിയാവിയായ കാര്യങ്ങളിലേക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോയാൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഏറ്റവും നേരായ മാർഗം കാണുന്നത്? എവിടെയൊക്കെയോ തെറ്റിപ്പോകുന്നുണ്ട് അല്ലെ നമ്മളെല്ലാവരും. അസ്തഗ്ഫിറുല്ലാഹ്. ഒരു ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പോലും ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഡ്രൈവ് ചെയ്യും. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ശരിക്കും അല്ലെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യവശാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെ ഇതായേക്കാം. പിന്നെ നമ്മളോട് ചിലപ്പം എന്തെങ്കിലും ഒരു ട്രാഫിക്കിന്റെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ പറ്റിപ്പോയാൽ പോലും നമ്മളോട് ഒരാള് മോശമായിട്ട് പെരുമാറിയാൽ പോലും നമുക്ക് തിരിച്ചും അങ്ങനെ പെരുമാറുമോ? നമ്മള് പാടില്ലല്ലോ. നമ്മൾ അതല്ലല്ലോ നമ്മൾ ഖുർആനിലൂടെ നമുക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തൊരു നമുക്കൊരു സബറൊക്കെ എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് എത്രയും അല്ലെ സബറും ജമീലാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും സുന്ദരമായ ക്ഷമ എന്ന് പറയുമ്പോൾ അതൊരു ക്ഷമ തന്നെയാണ് അല്ലെ. അല്ലാഹു അക്ബർ. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഖുർആനിൽ ഇങ്ങനെ സബറിനെ കുറിച്ച് പഠിക്കുന്നത്, സബറും കഴിഞ്ഞിട്ടാണ് നിസ്കാരത്തെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട് നമ്മളൊക്കെ ഒരു ഏകദേശം ചേഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഇനിയും നമ്മൾക്ക് മോർ നന്നാക്കണം. അങ്ങനെ നിർമാർഗം കിട്ടി അല്ലെ, കിട്ടിയെന്ന് നമുക്ക് തന്നെ ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, വീണ്ടും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ ആയി എന്ന് വിചാരിച്ച് നമ്മൾ ആരും നിൽക്കണ്ട. സുബ്ഹാനല്ലാഹ്. ഖുർആനിലൂടെ ഹിദായത്ത് കണ്ടെത്തിയവർ തന്നെയാണ് യഥാർത്ഥ അനുഗ്രഹം കിട്ടിയവർ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അൻഅംത അലൈഹിം അല്ലെ പറയുന്നുണ്ട്. ആരുടെ കൂട്ടത്തിലാണ്? അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലാണ്. അനുഗ്രഹിച്ചവർ ആരൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവർ ആരാണ്? അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഉള്ളവർ തന്നെയാണ് എന്താ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്, എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും വലിയൊരു സംഭവമായി മാറണമെന്നോ എന്നെ എല്ലാവരും അറിയപ്പെടണമെന്നോ ഒന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. ഈ മാർഗത്തിലൂടെ ചെന്നെത്താനുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് നമ്മുടെയൊക്കെ അല്ലെ നമ്മൾ ആ ഒരു വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ തന്നെയാണ് റബ്ബിന്റെ ഹിദായത്തിലുള്ളത്, അവർ തന്നെയാണ് വിജയികൾ. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. സുബ്ഹാനല്ലാഹ്. അവർ തന്നെയാണ് യഥാർത്ഥ വിജയികൾ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ഒരു ഖുർആനിലൂടെ നമ്മൾ ചെന്നെത്തേണ്ടത് ആ യഥാർത്ഥ വിജയത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾക്ക് ഞാൻ ഈ ഹിദായത്തിനെ കുറിച്ച് ഇങ്ങനെ വീണ്ടും ഈ ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ, അതായത് അള്ളാഹു നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ ഒരു വഴി കാണിച്ചു തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഖുർആനിൽ അല്ലെ. നമുക്ക് ഒരു തഫ്സീർ പോലും വായിക്കേണ്ടാത്ത വിധം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ പ്രാവശ്യം ഖുർആൻ ഓതിയപ്പോ നിങ്ങൾക്കൊക്കെ എന്തെല്ലാം നല്ല വഴികൾ കിട്ടി? എല്ലാവരും ഷെയർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ടീച്ചർ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. എപ്പോഴും നമ്മുടെ മിഷ്കാത്ത് അല്ലെ ആർക്ക് വേണ്ടിയും ഓപ്പൺ ആണ്. നമ്മൾക്ക് കിട്ടിയ ഓരോ അറിവുകൾ അല്ലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കണ്ടെത്തിയ അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയ, ഞാൻ ആ വഴിയിലൂടെ നീങ്ങിയ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയത്ത് അതിനെ നമ്മൾ കണ്ടുപിടിക്കണം. സുബ്ഹാനല്ലാഹ്. അത് ഒന്നൊന്നും ആവില്ല. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അത്തരത്തിൽ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലേക്ക് വരും. ചിലതൊക്കെ നമുക്ക് ചിലപ്പം എന്തോ ഉണ്ട് അതിനകത്ത് നിന്ന് മനസ്സിലാവും, പക്ഷെ നമുക്ക് എന്താവില്ല, ക്ലിയർ ആവുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ തഫ്സീറിലോട്ട് പോകണം. അല്ലെങ്കിൽ ഇതൊന്ന് വിശദീകരിച്ചു വരുമെന്ന് ആരെങ്കിലും അറിവുള്ളവരോടൊന്ന് പോയി ചോദിക്കാമല്ലോ നമുക്ക് അല്ലെ. എന്ന് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് നമുക്ക് മുന്നിൽ നമ്മുടെ ടീച്ചർമാരുണ്ട്. അൽഹംദുലില്ലാഹ്. എങ്ങനെയും എത്രയും വ്യക്തമാക്കി നമുക്ക് അവർ പറഞ്ഞു തരും. അപ്പൊ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു റമദാനിൽ ഒരുപാട് വഴികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവണം. ഒരുപാട് നല്ല വഴികൾ, നല്ല ഉപമകൾ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഉപമകളിലൂടെ അള്ളാഹ് എന്തിനാണ് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞത്? ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഉപമകൾ പറഞ്ഞത്. എന്നിട്ട് പോലും ഉപമകളൊന്നും നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു അതൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ തന്നിട്ടില്ല എങ്കിൽ എവിടെയോ നമ്മളുടെ പഠനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഖുർആനിലേക്കുള്ള ആ ഒരു വഴി നമ്മൾ ശരിക്കും ആ രീതിയിലല്ല നമ്മൾ ഖുർആനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്ത് കിട്ടണം? വഴി കിട്ടണം. വഴി കിട്ടണമെങ്കിൽ നമ്മൾ ഈ
ഒന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഖുർആനിലേക്ക് നോക്കണം. അതായത് നമ്മൾ ഖുർആൻ നമ്മൾ ഖതം ഇല്ലേ, അതിലായിരിക്കും എല്ലാവരും ഇമ്പോർട്ടൻസ് റമദാനിൽ നമ്മൾ കൊടുക്കുക. ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് റമദാനിൽ, സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് നമ്മൾ കുറേ ഖതം തീർക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ഒരു ഖതം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യണം. അതോടൊപ്പം പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ ഖുർആനും അർത്ഥവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾ ഇപ്പുറത്ത് അല്ലെ ഖുർആൻ പാരായണം ചെയ്യുക, ഇപ്പുറത്തെ ആയത്തിൽ കുറേ ഒന്നും തീർക്കാനൊന്നും പറ്റില്ലായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സൂറത്ത് സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് എത്താവുന്നിടത്തോളം എത്തട്ടെ എന്ന് വിചാരിച്ച് ഫസ്റ്റ് മുതൽ നമുക്ക് പോവാം. ഇനി അതല്ല, ചെറിയ സൂറത്തുകളാണ് ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ, എന്നിട്ട് നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. എന്നിട്ട് ആ ഒരു ഖുർആനിൽ നിന്ന് കിട്ടിയ ആ ഒരു വഴിയെ നമ്മുടെ ജീവിതത്തിന്റെ വഴിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെ, അൽഹംദുലില്ലാ, അത് നമ്മൾ മറ്റുള്ളവരെ കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ആർക്കെ ഖുർആനിൽ നിന്ന് അല്ലെ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും പഠിക്കാൻ അറിയുന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തായാലും എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ആയത്താണ് സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താണ് സുബ്ഹാനല്ലാഹ്, ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം അത്രയും എളുപ്പമാണ് ഇത്, ഈ ഒരു ഉപമ എന്ന് പറയുന്നത്. അതായത് സൂറത്തു ഇബ്രാഹിമിലെ ഈ ഒരു ആയത്ത് നിങ്ങൾ അല്ലേ 24 മുതലുള്ള ആയത്തുകളാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് സ്ക്രീന് കറക്റ്റ് ആണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു അല്ലെ, അലം തറ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലാഹു നല്ല വചനത്തിന് എങ്ങനെയാണ് ഉപമ നൽകിയിരിക്കുന്നതെന്ന് നീ കണ്ടില്ലേ? അതൊരു നല്ല മരം പോലെയാകുന്നു, അതിന്റെ മുരട് ഉറച്ചു നിൽക്കുന്നതും അതിന്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാകുന്നു. നമ്മൾ ഈ ഒരു ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ഒരു കലിമയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ തഫ്സീർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് കലിമ അല്ലെ. അത് നമ്മൾ അത് മനസ്സിലാക്കി വെക്കട്ടെ. കലിമത്തുൻ ത്വയ്യിബ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അതായത് നമ്മുടെ ഷഹാദത്ത് അല്ലെ, നമ്മൾ അതില് അല്ലെ അത് ഉറച്ചു നിൽക്കുന്നവരായിട്ട് മാറണം. സുബ്ഹാനല്ലാഹ്. ഏറ്റവും നല്ല വാക്കെന്ന് പറയുന്നത് അതാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, എന്റെ റബ്ബ് അല്ലെ, എന്റെ മാലിക്, ഇലാഹ് എല്ലാം എന്റെ റബ്ബാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് എന്തിനെ പോലെയാണെന്നാണ് പറയുന്നത്? ഒരു മരത്തിനെ പോലെയാണ്. അത് ഒരു തരത്തിലും എന്താണ്, കാറ്റ് മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നമുക്കറിയാലോ ഒരു പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാലും ഒന്നും തന്നെ എന്താവില്ല, അത് മറിഞ്ഞു വീഴില്ല. കാരണം അത്രമാത്രം അത് ഉറച്ചു നിൽക്കുന്നതാകുന്നു. ഒരിക്കലും എന്താവില്ല, ഒടിഞ്ഞും മുറിഞ്ഞും പോകാതെ അന്തരീക്ഷത്തിൽ തല ഉയർത്തി നിൽക്കുന്ന, എന്താ പറയുക, നിറയെ ഇങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പറയില്ലേ, ഒരുപാട് തണല് നൽകിക്കൊണ്ട് അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങളൊക്കെ നൽകിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനസ്സിലത് ഇമാജിൻ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ഒരു നല്ലൊരു മരം, നല്ല ഉറപ്പോടുകൂടി, നല്ല തടിയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്ന് നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അതിന്റെ ശാഖകളൊക്കെ നല്ല പച്ചപ്പാണ്. അതിനടുത്തേക്ക് പോകുമ്പോൾ തന്നെ കുളിർമയാണ്. സുബ്ഹാനല്ലാഹ്. നല്ല ഗ്രീൻ നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷമാണല്ലേ. അതിന്റെ ചുറ്റുപാടും അതിന്റെ ഒരു തണലോട് കൂടി തന്നെ അവിടെയൊക്കെ നല്ലൊരു പച്ചപ്പ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് അല്ലെ അതിന് പക്ഷികൾക്കും മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും തന്നെ അതിൽ തണലുണ്ട് അല്ലെ. അതിൽ നിന്ന് കായ്കൾ നല്ല കഴിക്കാൻ കിട്ടുന്ന നല്ലൊരു എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും എന്താ പറയാ ഫലം അങ്ങനെ. സുബ്ഹാനല്ലാഹ്. ഏതായാലും അത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇത് മാത്രമേ ഇങ്ങനെ വിചാരിക്കുന്ന ഈമാൻ ഉറച്ച ഒരു അല്ലെ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾ അങ്ങനെ ആവണം. അതായത് ഈമാൻ ഉറച്ചവർ എന്ന് പറയില്ലേ, ഈമാൻ ഉറച്ചവർ. കാരണം അള്ളാഹു അല്ലാതെ ഇലാഹില്ല. സുബ്ഹാനല്ലാഹ്. അത് തന്നെയാണ് നമ്മൾ അള്ളാഹുവിനോട് മാത്രം അല്ലെ, നമ്മൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് മാത്രം നമ്മൾ സഹായം തേടുന്നു. കാരണം ആരാണ്? നമ്മുടെ ഇലാഹ് റബ്ബ് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. മാലിക് യൗമിദ്ദീൻ റബ്ബാണ്. ഇതൊക്കെ നമ്മൾ അവിടെ അല്ലെ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞതാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പൊ ആ റബ്ബിനെ കുറിച്ച് നമ്മൾ ഇതൊക്കെ പറയും അതായത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ഉറപ്പ് വരാത്ത ആളുകളാണ് അല്ലെ നമ്മളിൽ അധിക പേര്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഷഹാദത്ത് കലിമ നമുക്കറിയാം, ഈമാൻ കാര്യങ്ങളെല്ലാം നമുക്കറിയാം.
എല്ലാ കാര്യങ്ങളും ഗൈബായ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമസ്കാരം നിലനിർത്തുന്നത്, നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ, അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട്, നമ്മൾ മുത്തഖീങ്ങളാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈമാനിന്റെ ആ ഒരു ഉറപ്പിന്, കാരണം നമ്മൾക്ക് തന്നെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്തായി പോവാണ്? ചെരിഞ്ഞു പോവാണ്, അല്ലെ? വേരിന് ഉറപ്പില്ലാത്തത് കൊണ്ടല്ലേ? ഈമാൻ ഉറച്ചിട്ടില്ലേ നമുക്ക് ആർക്കും? സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പല ആളുകളും ഇല്ലേ സംസാരിക്കുമ്പോൾ നമ്മൾ അല്ലെ പഠിക്കുന്നും അറിയുന്നും എല്ലാറ്റിലും ഉണ്ടാവും. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോ എന്താണ്? അവർക്ക് എല്ലാറ്റിലും എന്റെ റബ്ബുണ്ട്. നമ്മൾ ഈ കുറച്ചു ദിവസമായിട്ട് നമ്മൾ ടീച്ചർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ദുആ ഉണ്ട്, അല്ലേ? റബ്ബിന് അല്ലേ, അവൻ എന്നോട് എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അവന്റെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് അതിൽ ഉറപ്പ് വന്നിട്ടില്ലേ ഇതുവരെ? ഞാൻ അവന് ചോദിച്ചാൽ, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. റമദാനിലൂടെ, നോമ്പിലൂടെ, അല്ലെ, ഇബാദത്തുകളിലൂടെ അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അവന് എന്ത് നൽകും? അവൻ ചോദിക്കുന്നതിന്റെ ഉത്തരം നൽകും. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നില്ല എന്ന് നമ്മൾ ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈമാന്റെ എവിടെയോ ഒരു തകരാറുള്ളതായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു വൃക്ഷത്തിനെ പോലെ നമ്മൾ ആകണം. അതാകണമെങ്കിൽ എന്താണ്? നമുക്ക് ഇൽമ തന്നെയാണ് വേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയും തോറും ഇപ്പൊ നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കുന്ന തഖ്വയിലൂടെ നമ്മൾ റബ്ബുമായിട്ട് ഏറ്റവും ക്ലോസ് റിലേഷൻഷിപ്പ് ആവാണ്, അല്ലെ? ഏറ്റവും അടുത്ത് തന്നെ എന്ന് പറയുന്ന ആ ഒരു കരീബ്, അങ്ങനെയാ റബ്ബ് പറഞ്ഞത്, ആ കരീബ് എത്തി, അല്ലെ? അപ്പൊ നമ്മൾ ഈമാൻ ഉറച്ചത് നമ്മൾ ചോദിക്കുക, എന്താ നമുക്ക് വേണ്ടത്? നമ്മൾ ചോദിക്കുക, അല്ലെ? കിട്ടിയവർ ഒരുപാട് ഈ റമദാനിൽ തന്നെ പല എന്താ പറയാ ചിന്തിക്കാത്ത പല ഉത്തരങ്ങളും റബ്ബിൽ നിന്ന് ചോദിക്കാതെ പോലും കിട്ടി. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് പോലും ഇല്ല, എന്നിട്ട് പോലും പല കാര്യങ്ങളും റബ്ബ് നടത്തി കൊടുത്തത് പലരും നമ്മളോട് പറയുന്നുണ്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും സാധിക്കുക ഒരു കാര്യം, എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ ആൾക്കാരോട് പറയും ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. നമുക്ക് ഓരോരുത്തർക്കും പറ്റില്ലേ റബ്ബിന്റെ അടുത്ത് നിന്ന് നേടിയെടുക്കാൻ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളുടെ ഈമാൻ ഉറപ്പിക്കണം. ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് ആ ഉറപ്പിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ടാവും വിധം സൽപ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ്? പടർന്ന് പന്തലിക്കണം. സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യങ്ങൾ കൊണ്ടും, അല്ലെ? അതായത് ഇത് ശരിക്കും ഒരു സത്യവിശ്വാസിയുടെ ഉപമയാണ്. എങ്ങനെയാണോ വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരു അള്ളാഹുവിന്റെ അടിമ എങ്ങനെയായിരിക്കും? അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്താണ്? അവർ റബ്ബില് തവക്കുൽ ചെയ്യും, എല്ലാ റബ്ബിനെ ഏൽപ്പിക്കും. ഇതുപോലെ ചോദിക്കേണ്ടത് ചോദിച്ചും വാങ്ങി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? തന്റെ പ്രശ്നങ്ങളില് എത്രയോ ഉപമകൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. എനിക്ക് ഓരോരുത്തരും ഇങ്ങനെ ചിന്തയിലേക്ക് വരുന്നിട്ടുണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ നോക്കുന്ന സമയത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നന്മ മരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? എല്ലാ ഈമാന് അല്ലെ ഉറച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അല്ല അവർ എന്താണ് കണക്കിലെടുക്കുന്നത്. അത് അള്ളാഹിനോട് അവർ ചോദിക്കേണ്ടത്, അത് ശരിയായി വരുന്നുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണ്? കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എന്തൊക്കെ കുടുംബത്തിലും ചെയ്യുന്നു, അതോടൊപ്പം എന്ത് ചെയ്യുന്നു? ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് അവരവരുടെ കഴിവുകൾ വെച്ചുകൊണ്ട്, എല്ലാവർക്കും എല്ലാം ഇല്ല, ഓരോരുത്തരുടെയും കഴിവുകൾ വെച്ചുകൊണ്ട് അവരവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. കാരണം എന്റെ പ്രശ്നം, എന്റെ വിഷയങ്ങൾ, എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവരെന്താകുന്നില്ല, ഉറപ്പില്ലാത്തവനെ പോലെ, അല്ലെ? ഇത് കഴിഞ്ഞിട്ട് പറയുന്ന ഇതിന് തുടർന്നുള്ള ആയത്ത് അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് അവര് ഒരിക്കലും എന്താവണില്ല, ഉറപ്പില്ലാത്ത വിധം അവരെന്ത് ചെയ്യും? അത് മറിഞ്ഞു വീഴുന്ന പോലെ ആയി പോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ പറഞ്ഞ ഈ ഷജർത്തൻ ത്വയ്യിബനെ കുറിച്ചാണ് നെക്സ്റ്റ് ആയും കൂടെ പറയുന്നത്. എങ്ങനെയാണ്? അതിന്റെ രക്ഷിതാവിന്റെ ഉത്തരവനുസരിച്ച് അത് എല്ലാ കാലത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കും. മനുഷ്യർക്ക് അവർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നത്. സൂറത്തുൽ ഇബ്രാഹിമിലെ 24 മുതലുള്ള ആയത്തുകൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എഴുതി വെക്കുക, ഓർമ്മയിൽ വരുമ്പോൾ എന്താ പറയാ, നമുക്ക് ചിന്തിക്കാം, നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് ഉറപ്പിക്കാം, ഞാനും ഇതുപോലെ ഒരു നല്ല വൃക്ഷമാകണം. നമുക്ക് പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ എടുക്കാം. വീട്ടിൽ നമ്മൾ എങ്ങനെയാണ്, അല്ലെ? സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഉമ്മയാണോ ഞാൻ? സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ഭാര്യയാണോ ഞാൻ? നന്മകൾ മാത്രം, അല്ലെ, പറഞ്ഞു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട്, എപ്പോഴും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന, അയൽക്കാരോട് നിൽക്കുന്ന അങ്ങനെയുള്ള ആളാണോ ഞാൻ? കുറെ ഒന്നുമില്ല, എന്നാലും എന്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ എല്ലാരെയും ഇങ്ങനെ സഹായിക്കുന്നുണ്ടോ? ഇൽമു പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക, നമ്മളെ കൊണ്ട് അതായത് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ ആളല്ല എന്ന് പറയുമ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ മതി റബ്ബിന്റെ അടുത്ത്, അല്ലെ? അപ്പൊ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ.
സുബ്ഹാനല്ലാ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. നമുക്ക് ഇതിലൊന്നും എന്താ മനസ്സിലായത്? ഇത്തിരി ആണെങ്കിൽ എന്താണ്, അതും അള്ളാഹ് കൊണ്ടുവരും. അത് മതി ചിലപ്പോ നമുക്ക് രക്ഷപ്പെടാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒന്നും ചെറുതായി കാണണ്ട, എല്ലാം ചെയ്യാം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇത് മാത്രം കണ്ടാൽ മതി, എന്ത് ഇങ്ങനെ അല്ലെ, അത് പടർന്ന് പന്തലിക്കുന്നതാണ്. സുബ്ഹാനല്ലാ, അത് അള്ളാഹുവിന്റെ അടുത്താണ് എല്ലാറ്റിന്റെയും എന്നുള്ളത് പ്രതിഫലമുള്ളത്. അപ്പൊ അതെങ്ങനെ നമ്മള് അത് ചെറുതല്ലേ അല്ലെങ്കിൽ അത് വലുതല്ലേ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ നല്ല വാക്ക് അല്ലെ, നല്ലൊരു ചിരി, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പുകൾ. ചിലപ്പോ ഒരു അഞ്ച് രൂപയായിരിക്കും നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ 10 രൂപയായിരിക്കും, 50 രൂപയായിരിക്കും, ആയിക്കോട്ടെ. കാരണം അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അല്ലെ തീർക്കണമെന്ന് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതൊക്കെ എന്താണ് ശരിക്കും, നമ്മൾ ഇല്ലാന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കലല്ല. എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞ് ഒരാൾ നമ്മളടുത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നു, നമുക്ക് അറിവില്ല, അപ്പം പറയും എനിക്ക് അറിഞ്ഞൂടാട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് മറുപടി പറഞ്ഞാൽ നമുക്ക് ഒഴിയാം, നമുക്ക് എളുപ്പമായി. ഓക്കെ, നിങ്ങൾ അവരോട് പോയി ചോദിക്കും. നമുക്ക് ഒരാളെ നമുക്ക് പറഞ്ഞു കൊടുക്കുക, അതൊരു പുണ്യം തന്നെയാണ്, ഒരാൾ അറിയുന്ന ആളെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ അറിയാത്ത കാര്യത്തിന് നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ? എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അശ്വിനോടോ ടീച്ചറോടോ പോയി ചോദിക്കാണ്, ഇതാ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ് എന്താണ് ഇതിന്റെ ആൻസർ, എന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ ഞാനും പഠിച്ചു ആ കാര്യം, എന്നിട്ട് ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു. ശരിക്കും എന്താണ്, നമ്മൾ സ്പ്രെഡ് ചെയ്യല്ലേ, നമ്മൾക്ക് ചെറിയൊരു ഇങ്ങനെ പടർന്ന് പന്തലിക്കണ പോലെ. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും തരത്തിൽ നന്മകൾ നമ്മളിങ്ങനെ അല്ലെ എല്ലായിടത്തും വിത്ത് ശരിക്കും നമ്മളൊരു ഒരു വലിയൊരു ട്രീയിൽ നിന്ന്, ഇപ്പൊ ഒരു മാങ്ങയാണെന്ന് വിചാരിച്ചു, അതിൽ നിന്നൊരു താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അല്ലെ എവിടെയെങ്കിലും വീണിട്ടുണ്ട്, അത് മുളച്ചു പൊന്തുമല്ലോ. സുബ്ഹാനല്ലാഹ്, തീർച്ചയായിട്ടും അത് വീണ്ടും അതെന്താവാണ്, അതിൽ നിന്നും ഒരു ഇതുണ്ടാവല്ലേ, മാങ്ങയുടെ മരം ഉണ്ടാവല്ലേ, മാങ്ങയുടെ മരത്തിന് എന്താ പറയാന്നപ്പ ആലോചിച്ചു, മാവ്. സുബ്ഹാനല്ലാഹ്, പേര് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഉണ്ടാകും. അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ നന്മകളൊക്കെ നമ്മൾ അല്ലെ ഒരു ഇൽമ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ അങ്ങനെ കാണണം. അള്ളാഹു എത്ര ക്ലിയർ ആയിട്ട് അല്ലെ നമുക്കൊരു ഇങ്ങനെ ഒരു മരത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ഇതുവരെ ഓതിക്കൊണ്ടിരുന്നു. സൂറത്തുൽ ഇബ്രാഹിമിലെ ഈ ഒരു ആയത്ത് അല്ലെ, നമ്മൾ ഈമാൻ ഉറച്ച ഒരു വിശ്വാസി ഇതുപോലെ ഒരു അല്ലെ എപ്പോഴും ഏത് സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതിന് സീസൺ ഒന്നുമില്ല. നമ്മളൊക്കെ ചില സമയത്ത് എന്താ, ചിലപ്പോ തന്നെ ഈ പിരിച്ചിന്റെ കാര്യമൊക്കെ പറയും അല്ലെ, സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ഒരു ദേഷ്യവും ഒരു ഇതൊക്കെ. പക്ഷെ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൺട്രോൾ ചെയ്യാൻ പറ്റണം. കാരണം അവിടെയും നമ്മൾ ചിന്തിക്കണം, നമ്മൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണം. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പലർക്കും പല മൂടും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, ഏത് സമയത്തുമാണ് പറയുന്നത്, എല്ലാ കാലത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് ഒരു സമയത്ത് മാത്രം മോശമാവുക എന്നുള്ളതല്ല. അന്നേരം എനിക്ക് കുറച്ച് ദേഷ്യം അധികമായിരിക്കും, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിന്നോളണം അല്ലെ, നോമ്പാണ് വല്ലാതെ എടങ്ങേറാക്കല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ എന്തൊരു മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾക്ക് കൊടുക്കുന്നത് അല്ലെ. പല കാര്യങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മളിപ്പോ ഭർത്താവിന്റെ കാര്യത്തിലായിരിക്കും, അവരുടെ ചില കാര്യങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഒന്നും നമുക്ക് സബറൊന്നും ഇല്ല. നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് നമ്മൾ റെഡി ആവണുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ ദീൻ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അവരോടൊന്നും പിണങ്ങി നിൽക്കാനൊന്നുമില്ല, വേഗം പോയി നന്നാക്കും. പക്ഷെ കുട്ടികളുടെ മുന്നിൽ ചിലപ്പം എന്തായിരിക്കും നമ്മൾ കാണിച്ചത് അല്ലെ, ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ എന്തൊരു ഫലമാണ് നമ്മൾ നൽകിയത്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ നമ്മള് ഏത് സമയത്തും നമ്മുടെ മൂഡിനനുസരിച്ച് മാറേണ്ടതല്ല. അതായത് അപ്പൊ നമ്മൾ എന്താവുന്നില്ല, ഇതുപോലെ എപ്പോഴും ഇത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാലത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന അതിന് സീസൺ ഇല്ല. ഓക്കെ, നമ്മുടെ മൂഡ്, അതായത് മൂഡിനനുസരിച്ച് ചേഞ്ച് ആവേണ്ടതല്ല നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എപ്പോഴും ഉറച്ചതായിരിക്കണം. ആ ഉറച്ചതാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എന്തൊരു ആഗ്രഹം അതുപോലെ ആവാൻ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറയണത്. മുമ്പ് പഠിച്ച സമയത്ത് എനിക്കൊരു അത്ഭുതമായിരുന്നു, കാരണം ഖുർആൻ ഓതിയിരുന്ന ഞാൻ ഈ ഒരു ആയത്ത് കണ്ടില്ലല്ലോ. പക്ഷെ എപ്പോഴും ചിന്തിക്കുന്ന, എപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, എന്നെ കൊണ്ട് എന്താണോ പറ്റാതെ ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ ഒരു സമയം പോലും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ റബ്ബ് തരാന്ന് പറയില്ലേ. ഒരുപാട് നല്ല കൂട്ടുകാര്, എനിക്ക് എന്റെ മുന്നിൽ ഞാൻ പറയുന്നത് കേട്ട് പഠിക്കുന്ന ഒരുപാട് മക്കള്. അൽഹംദുലില്ലാഹ്, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടും മക്കളെയും ദീൻ പഠിപ്പിക്കാനുള്ള ഓരോ അവസരങ്ങൾ റബ്ബന്റെ മുന്നിലേക്ക് ഇട്ട് തന്നത്.
ചിലപ്പോൾ നമ്മൾക്കൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഓരോ സ്ഥലത്തായിരിക്കും, അപ്പൊ അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെയാ നല്ലത്. പിന്നെ തിരിച്ച് ഇവിടെ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞു, ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരിക്കും. വിചാരിക്കും നാട്ടിൽ പോയി ഒന്നും നടക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. അപ്പൊ നാട്ടിൽ നമ്മൾ നിൽക്കേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞ് നമ്മൾ നിൽക്കണം. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളെ മാതാപിതാക്കൾ, നമ്മൾ അവർക്കും നമ്മൾ തണൽ നൽകണ്ടേ, നമ്മൾ അവർക്കും തണൽ നൽകുന്നവരാവണ്ടേ. അല്ലാണ്ട് നമ്മുടെ കംഫർട്ടബിൾ സോണിൽ മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്താവാണ്, അസ്തഗ്ഫിറുല്ലാ, ഈ മരാവുന്നില്ല. നമ്മൾക്ക് കിട്ടിയ, നമ്മൾ അവിടെ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരിക്കാം, പക്ഷെ പ്രവർത്തിക്കാൻ കൂടുതൽ ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നത് നാട്ടിലാണെന്നാണ്. എന്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായത് അതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ആളുകളെ കാണുന്നത് കൂടുതലാണ്, പല തരത്തിലുള്ള ആളുകൾ, അവരോടൊക്കെ നമുക്ക് എങ്ങനെ നിൽക്കണം. അവിടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാവരും നല്ല ആൾക്കാരായിരിക്കും. എന്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുമ്പോ എന്നോട് പറയായിരുന്നു, നീ നാട്ടില് എല്ലാവരും സമാരിക്കാരാണെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ പോയിട്ട് ഇതാക്കണ്ട കേട്ടോ എന്ന് പറയായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു ചുറ്റിലും നമ്മുടെ ഏതൊരു എങ്ങനെ നോക്കി കഴിഞ്ഞാലും, പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ആയിക്കോട്ടെ, എന്റെ അയൽക്കാരായിക്കോട്ടെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എല്ലാം അനുഗ്രഹിച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തരും. കാരണം നമ്മൾ ഈ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കുക, ഇതുപോലെ ഒരു ഈമാൻ ഉറച്ച ഒരു കാര്യമാണ്, റബ്ബ് പറഞ്ഞ ഒരു വഴിയാണല്ലോ ഇത്, ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് നമുക്കൊരു വഴി കാണിച്ചു തരാണ്. ഈ ഒരു മരം പോലെ നീ ഒന്ന് ആവാൻ ശ്രമിച്ചു നോക്ക്. പറ്റൂലേ? നമുക്ക് എല്ലാവർക്കും പറ്റും, ആർക്കും പറ്റാത്തതായിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മളുടെ ചിന്തകൾ, പലപ്പോഴും പലരുടെയും പ്രശ്നങ്ങൾ പറയുമ്പം ഭർത്താക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വീടാവാത്ത വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ആകെ തകർന്നു പോവാണ്. കാരണം കുടുംബത്തിൽ ജീവിക്കുമ്പോൾ മക്കള്, അപ്പം മൊത്തത്തിൽ സ്വഭാവം തന്നെ മാറിപ്പോകുന്ന സങ്കടങ്ങൾ പലരും പറയാറുണ്ട്. പക്ഷെ നമ്മള് ഈ പറഞ്ഞല്ലോ, നമുക്ക് എവിടുന്നാണ് സഹായം കിട്ടുക? നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്ന നമ്മളെ റബ്ബിനോട് തന്നെ നമ്മൾ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും എവിടെയാണ് സംശയം? നമ്മൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാണ് ഇവിടെ. നിങ്ങൾ എന്താ ഇതിനു വേണ്ടി ഒരുങ്ങാത്തത്? നിങ്ങൾ എന്താ അത് ചെയ്യാത്തത്? എന്നും ഇങ്ങനെ ജീവിക്കാനാണോ? അങ്ങനെയാണോ? ഇങ്ങനെയാണോ? പല കാര്യങ്ങൾ. എന്താണ് നമ്മൾ? അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെയും ഏറ്റവും നല്ല രീതിയിൽ അവരോട് കാര്യങ്ങൾ പറയണം. നമ്മൾ വീടിന്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. നമ്മൾ റബ്ബിനോട് ചോദിക്കണം. പലർക്കും പല കാര്യങ്ങളായിരിക്കട്ടോ. ഞാനിപ്പോ എന്റെ അടുത്തേക്ക് വന്ന ചില കാര്യങ്ങൾ അവര് അതിനെക്കുറിച്ച് പറയണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ മക്കളുടെ വിഷയങ്ങളായിരിക്കാം. നമ്മളെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ഇതുപോലെ ഈമാൻ ഉറച്ചുകൊണ്ട്, അല്ലെ, നമ്മൾ പറയുമല്ലോ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്, അല്ലെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശരിക്കും നമ്മള് ആ ഒരു രീതിയിൽ റബ്ബിനോട് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് വജഅൽനാ എന്നാണ്, അല്ലെ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ്. നമ്മളെല്ലാവരെയും, നമ്മുടെ മക്കളെയും നമ്മളെയും തന്നെ, അല്ലെ, നല്ല ആൾക്കാർക്ക് ഇമാമാക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആർക്ക് ഇമാമാകണം? നമ്മുടെ മക്കൾക്ക് ഇമാമാകണം. എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ട്, അല്ലെ, നമ്മളെ വീട്ടിലെ നമ്മളെ മക്കളോടുള്ള പെരുമാറ്റം, ഭർത്താവിനോടുള്ള പെരുമാറ്റം, അല്ലെ, അതാണ് നമ്മൾ ഏറ്റവും മുന്നിൽ കാര്യമായിട്ട് ഉണ്ടാവുക, അതായിരിക്കും. പിന്നെ അതിനേക്കാൾ കൂടുതൽ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവരെല്ലാറ്റിലേക്കും പെടും. അധികം നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ കൂടെ ഇല്ലെന്നെങ്കിൽ അത്, ഭർത്താവിന്റെ മാതാപിതാക്കളാണെങ്കിൽ അത് എല്ലാവർക്കും എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വലിയൊരു പ്രയാസമായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും അവരുടെ കൂടെ ആണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും നമ്മൾ എന്തായിരിക്കണം? ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം, നല്ല ഫലങ്ങൾ നൽകുന്നവരായിരിക്കണം. നമുക്ക് അത്രയേ ഉള്ളൂ. കാരണം റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ, ഇന്നലെ കഴിഞ്ഞ ദിവസമല്ലേ നജ്മയുടെ ക്ലാസ്സിൽ പറഞ്ഞത്, അല്ലെ, നമ്മളെ അള്ളാഹു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഹ്സന അമലുകൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അഹ്സന അമലുകൾ നമുക്ക് ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യൂല എന്നല്ല. ടെസ്റ്റുകൾ വരുമ്പോ ടെസ്റ്റാണ് ലൈഫ്. ലിയബ്ലുവക്കും, നിങ്ങൾക്ക് ടെസ്റ്റ് തന്നെയാണ് ലൈഫ്. അവിടെ ടെസ്റ്റിൽ നമ്മൾ നല്ലവരായിട്ട് ചെയ്യണം. ആ ടെസ്റ്റിൽ നമ്മൾ നീ കടപുഴകി വീഴാതെ ഉറച്ചു നിൽക്കണം. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ഇത് വരിക. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ ആരും ദുനിയാവിലില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ ഈമാനിന് തന്നെ ചിലപ്പം പോരായ്മകളും അതും ഇതൊക്കെ തോന്നും, ശരിയാവുന്നില്ല, അതാവണില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് മാത്രം, എന്റെ ഈമാൻ കൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കണം. അപ്പൊ ഈമാൻ എവിടുന്നാണ്? റബ്ബിനോടുള്ള അടുപ്പം കൊണ്ടേ കിട്ടുള്ളൂ. എങ്ങനെയാണ് റബ്ബിനോട് കൂടുതൽ അടുക്കുക? നമുക്ക് അതിനുള്ള എല്ലാം അറിയാം. അറിയാത്തതായിട്ട് ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൽ പഠിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും എല്ലാം അറിയാം. അറിഞ്ഞിട്ടും എന്തേ അതിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചാല് എവിടെയോ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന ഏറ്റവും നല്ല ചോദ്യം എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് എന്താ പറയാ, ഹൃദയത്തിൽ തട്ടി തന്നെ നമ്മൾ ചോദിക്കാം.
സുബ്ഹാനല്ലാഹ്, ഹൃദയത്തിൽ തട്ടി ചോദിക്കുക. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മളെ തലയിൽ, നമ്മൾ ഇത് ഒക്കെ അല്ലെ, നമ്മൾ പഠിച്ച ആയത്തുകൾ നമ്മൾക്ക് ടീച്ചർ നമ്മളെ തലയിലേക്ക് ഇട്ടുതരുന്ന അല്ലെ, നമ്മൾ ഇതിലൂടെ മിഷ്കാത്ത് ക്ലാസ്സുകളിലൂടെ നമുക്ക് കിട്ടുന്നത്, നൂറ് സദറിലൂടെ നമുക്ക് കിട്ടുന്ന ക്ലാസ് അല്ലെ, ആയത്തുകളൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് അതൊക്കെ കിട്ടുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതല്ലാതെ നമ്മൾക്ക് തന്നെ ഖുർആനിലൂടെ നമ്മളായിട്ട് പോകുമ്പം നമുക്ക് ഈ പഠിച്ചതായിരിക്കാം, പഠിക്കാത്തതായിരിക്കാം, നമ്മൾക്ക് വഴി കാണിക്കും. നമുക്ക് ഇതുപോലെ ആവണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് എന്റെ ജീവിതം ഉണ്ടാകേണ്ടത്. അപ്പൊ നമുക്ക് വഴി കിട്ടിയില്ലേ, ആ വഴിയിലൂടെ പോയി നോക്കൂ. സുബ്ഹാനല്ലാഹ്, മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളൊന്ന് എന്താ പറയാ, ശ്രമിക്കുക എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഈ ഒരു റമദാനില് അതിനുവേണ്ടി തന്നെ ശ്രമിക്കുക എന്നല്ല, പരിശ്രമിക്കുക. തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് തുടർന്ന് അങ്ങോട്ടും അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അങ്ങനെയാണല്ലോ, ഇത് പ്രാക്ടീസ് ചെയ്യാനാണ് അള്ളാഹു ഈ സ്പെഷ്യലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് അല്ലെ നമ്മൾക്ക് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. തീർച്ചയായിട്ടും നേരത്തെ ആ ഒരു ആയത്തിന്റെ ഇത് പറഞ്ഞല്ലോ, എന്താണ് നേരെ തിരിച്ചൊരായത്ത് പറഞ്ഞു. അതിന്റെ തൊട്ട ആയത്ത് തന്നെ പറയാണെന്ത്, അത് ദുഷിച്ച വചനവുമുണ്ട് അല്ലെ. അതായത് ഒരു ദുഷിച്ച വചനത്തെ ഉപമിക്കാവുന്നതാവട്ടെ ഒരു ദുഷിച്ച വൃക്ഷത്തോടാകുന്നു, ഭൂതലത്തിൽ നിന്ന് അത് പിഴുതെടുക്കപ്പെട്ടത്, അതിന് യാതൊരു നിലനിൽപ്പുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഷിർക്കിന്റെയും കുഫറിന്റെയും ചിന്തകളിലേക്ക് പോകുന്ന അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും, ഇത് പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ അതൊന്നും കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും കാട്ടിക്കൂട്ടലുകൾ കാണും നമ്മൾ വിചാരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണാനില്ല എന്ന് പറയുന്ന ആളുകളായിരിക്കാം. അവർക്ക് ഈമാൻ ഉറച്ചിട്ടില്ല. അവർ പല കാര്യങ്ങളിലും എന്താണ് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലോട്ട് പോയി പോകുന്നു. ചിന്തിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതിന് നിലനിൽപ്പില്ല, അത് വീണു പോവുകയാണ്. കാരണം റബ്ബ് നമ്മളോട് എന്താ പറഞ്ഞത്? ഖൗഫും ഹുസ്നും ഉണ്ടാവൂല. ആർക്കാണ് ഇല്ലാണ്ടിരിക്കുക? അള്ളാഹുവിന്റെ ഹിദായത്തിനെ പിൻപറ്റുന്നവരാണ്. ഇതുപോലെ ഒരു നല്ല മരത്തിനെ പോലെ ആവണമെന്ന് വിചാരിച്ചുറപ്പിച്ച ആൾ ഒരിക്കലും കടപുഴകി വീഴില്ല. എന്നാൽ എന്താണ്, അതെന്തൊന്നും മനസ്സിലാക്കാതെ പഠിക്കാതെ കുറച്ചൊക്കെ അറിയുന്നും കേൾക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടം ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു വിചാരിച്ചു പോകുമ്പോൾ എന്താവും? രണ്ടും ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാളത്തെ കുറിച്ചിട്ടുള്ള ബേജാറായി, നാളെ എന്താവും മറ്റന്നാൾ എന്താവും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ബേജാറായി മരിച്ചു. സുബ്ഹാനല്ലാഹ്. വേറെ ഒന്നും ചിന്തയില്ല. നമ്മളിപ്പം എന്താണ്, മക്കളുടെ കാര്യം ആയിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ വീടില്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, കടത്തിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ആരോഗ്യപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അങ്ങനെ പോവൂലേ? ഹുസ്നും ഹൗഫും ഉണ്ടാവില്ല. നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? നിവർന്നു നിൽക്കുന്നവരാണ്. ഈമാൻ ഉറച്ചുകൊണ്ട് നിവർന്നു നിൽക്കുന്നവരാണ്. റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരാണ്. റബ്ബിന്റെ മാർഗത്തിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയെങ്കിലും അല്ലെ, എനിക്ക് അതുപോലെ ആവണം, മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുക. ഇതുപോലെ ഒരുപാട് ഉപമകൾ ഉണ്ടാവും കേട്ടോ. ഖുർആൻ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെയൊക്കെ നമ്മൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും എന്താണ് ഈമാൻ ഇല്ലാതെ ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് അല്ലാഹ് ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾ ഇതാ പിടിച്ചോ എന്ന് പറയുന്ന പോലെയാണ് നമുക്കിപ്പോ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് അല്ലെ. ഒരു എന്താ പറയാ, ബുദ്ധിമുട്ടും ഇല്ല. മുമ്പൊക്കെ ക്ലാസ് ഒക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ അല്ലെ അതിനായിട്ടൊരു പുറത്തേക്ക് ഇറങ്ങി പോകണമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു CD അതിനായിട്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഡിവൈസ് ഉണ്ട്. തുറന്നാൽ നമുക്ക് ഏത് വേണോന്നേ ഉള്ളൂ, ഏത് ഇൽമ നമുക്ക് എടുക്കണമെന്നേ ഉള്ളൂ അല്ലെ. ഖുർആന്റെ ആയത്തുകളായിരിക്കാം, ഹദീസുകളായിരിക്കാം, ഖുർആൻ കേൾക്കാനായിരിക്കാം, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കാം, കേട്ട് പഠിക്കാനായിരിക്കാം, എല്ലാ തരത്തിലുള്ള പഠനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നത്? അവിടെയുണ്ട് ഇബാദത്തുകളിൽ മാത്രം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പഠനം, ഇബാദത്തുകൾ അങ്ങനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പുറത്ത് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളോ അവരെ ദീനിലേക്ക് നയിക്കുന്നതോ അല്ലെങ്കിൽ ഭർത്താവിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലോ നമ്മൾ എന്താ പറയാ പിന്നാക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. പിന്നെ ചിലരൊക്കെ പറയും ദീനിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളുടെയും ഹസ്ബൻഡിന്റെയും ഒക്കെ എന്താ പറയാ കാര്യങ്ങളിൽ വിഷമം തോന്നുന്ന ആ വിഷയങ്ങളും പറയാറുണ്ട്. അവിടെയും നമ്മൾ ഉറച്ചെന്നെ നിൽക്കണം. കാരണം എന്റെ ഈ കാര്യങ്ങൾ, എന്റെ ഈ ചുറ്റുപാട് നന്നാക്കി തരാൻ ആർക്കേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ദിന എന്ന് പറയുമ്പോൾ എന്താ പറയണത്? ഞങ്ങളെ എന്നാ പറയണത് അല്ലെ. നമ്മളെ വഴി ചേർക്കണമെന്ന്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മളല്ലേ, നമ്മുടെ ഭർത്താവുണ്ട്, നമ്മളെ മക്കളുണ്ട്, നമ്മളെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാരുണ്ട്. നമ്മൾ അവരൊക്കെ ആഗ്രഹിക്കുന്നത് അവരെല്ലാരും നേർമാർഗത്തിലേക്ക് വരണമെന്ന്. മനസ്സറിഞ്ഞ് നമ്മുടെ ചിന്തയിലേക്ക് അതൊക്കെ വരട്ടെ, അവരെയൊക്കെ വരട്ടെ. അവരുടെയൊക്കെ നേർമാർഗത്തിലേക്ക് ആക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? അള്ളാഹ്ക്കേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു അല്ലെ, എന്നിട്ട് നമുക്ക് ഉറപ്പില്ല. അസ്തഗ്ഫിറുല്ലാഹ്, ഇല്ല, വിഷമം, എന്താ എന്താ ചെയ്യണ്ട അറിയില്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണ്ട നമ്മള്.
നമ്മൾ റബ്ബിന്റെ അടുത്ത് നമ്മൾ ചോദിക്കണ്ടേ ദിന സിറാത്തൽ മുസ്തഖീം. എന്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാം അതിനകത്ത് പെട്ടു, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പെട്ടു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഖുർആനിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരോ വഴികൾ കാണുമ്പോൾ നമ്മൾ അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾ കാണുന്നു, നമ്മുടെ കുടുംബം കാണുന്നു, നമ്മളെ കാണുന്നു, അല്ലെ? എല്ലാം കൊണ്ടും നല്ലത് മാത്രം പറയുകയും ചെയ്യുകയും അല്ലെ ചെയ്യുന്ന ഒരാള്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആവാൻ പറ്റണ്ടേ? വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ആവാൻ പറ്റിയാൽ മുത്തഖീങ്ങൾക്കാണ് തഖ്വ. നമ്മൾ ആ തഖ്വക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ്. ഈ ഒരു റമദാനിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അതിനെ തന്നെ അള്ളാഹ് തന്നിട്ട് നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കൂ. തഖ്വ ഉള്ളവർക്ക് നമ്മളൊന്ന് റോൾ മോഡൽ ആക്കി തരണേ. സിമ്പിളായിട്ട് നമ്മൾ പറയാം, നമ്മളെ മക്കളെ കാര്യം ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ കൺകുളിർമ അതുണ്ടാവും. എങ്ങനെ അവരൊക്കെ ഇതിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിയാൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി തന്നെയാണ് ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? സദക്കയും നമ്മുടെ ദാനധർമ്മങ്ങൾ, അല്ലെ? സകാത്തും സദക്കയും കാര്യങ്ങളുമായിട്ട് നമ്മളെല്ലാവരും മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ഇന്നലെയും ടീച്ചർ ഈ ആയത്ത് പറഞ്ഞത് തന്നെയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഇതുപോലെ തന്നെ ഒരുപാട് എന്ത് വേണ്ട എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധമാണ് ആ ഒരു സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ആയത്ത്. ഈ ആയത്ത് നമുക്ക് നൂറ സദറിയിൽ എത്തുന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് ഇതിന് സിറാത്തുൽ മുസ്തഖീമാണ് പിന്നെയും നമ്മളിപ്പോ അതിന്റെ ഭാഗമായിട്ട്, ആ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ചത്. അപ്പൊ അതിലൂടെ നമുക്ക് എത്തുന്നത് വഴികൾ ഇതൊക്കെയാണ്. നമുക്ക് അള്ളാഹു എളുപ്പത്തിൽ വഴി കാണിച്ചു തരുന്ന വഴികളെ തെരഞ്ഞു പിടിക്കാനുള്ള എക്സാമ്പിൾസ് ആണ്. ഇനിയിപ്പോ നാളെ ഖുർആൻ തുറക്കുമ്പോൾ നിങ്ങൾക്ക് പല ഇതുപോലെയുള്ള കാര്യങ്ങളും കാണുമായിരിക്കും. ഓക്കെ, ഏറ്റവും രീതിയിൽ, അതായത് എക്സ്പ്ലനേഷൻ ഇല്ലാത്ത വിധം മനസ്സിലാകുന്ന വിധം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഉപമകൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളെ നോമ്പുകാരിയാണ്, നമ്മള് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. അവിടെയും നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ സ്വഭാവമാണ് മുന്നിൽ വെക്കേണ്ടത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പൊ അത് നമ്മൾക്ക് ഈ റമദാനിൽ നമ്മൾ ആയിരിക്കണം. ആ ഒരു പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷം പോലെ നമ്മൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മളോട് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ? പലപ്പോഴും നമുക്ക് തോന്നും നമ്മളൊന്ന് കിടക്കാൻ പോകുമ്പോഴായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും, നമുക്ക് റമദാനിൽ പല കാര്യങ്ങളും നമ്മൾ ഇബാദത്തുകൾ ചെയ്യാൻ വെക്കുമ്പോൾ ആരെങ്കിലും വന്ന് ബെല്ലടിക്കുന്നത് അല്ലെങ്കിൽ ഇതാക്കുന്നത്, നമ്മളൊരു കാര്യം കൊടുത്താലും അവർക്ക് ചിലപ്പോൾ തൃപ്തിയാവില്ല, അവർ വീണ്ടും ചോദിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒന്നിലും നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു എന്താ പറയാ, ഒരു തരത്തിലുള്ള മുഖം കവിൾക്കോട്ടലും നമുക്ക് വേണ്ട, ഒരു ചിന്തയും നമുക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളെടുത്ത് കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതായത് ഈ 260 അങ്ങോട്ടുള്ള 261 മുതലുള്ള ആയത്തുകൾ നിങ്ങൾ ഓതി നോക്കണം കേട്ടോ. ഒരുപാട് ആയത്തുകളുണ്ട്. ഇത് 1-2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ തൽക്കാലം എടുത്തിട്ടുള്ളൂ. ആ ആയത്തുകൾ എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്. കുറച്ചൊന്നും അല്ല ഉള്ളത്, കുറേ ഉണ്ട് ആ ഭാഗത്ത്. നമ്മൾ ഇനി നൂറസദറിയിൽ നമ്മൾ പഠിച്ചെത്തുമ്പോൾ ഞാൻ ആലോചിക്കുക, ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എത്രമാത്രം കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാനും അല്ലെ പ്രവർത്തിക്കാനും നമുക്ക് കിട്ടും. കാരണം ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതിലൊക്കെ എന്തെല്ലാം ആഡ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമുക്ക് ഒരു ഉപമയായിട്ട് പറഞ്ഞു തരാണ്. നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മളോട് അത് കൊടുത്തത് നമുക്ക് അവർക്ക് തൃപ്തിയായില്ല. പക്ഷെ നമ്മൾ നല്ല വാക്കുകൾ കൊണ്ടാണ് അവരെ പറഞ്ഞയക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്താക്കരുത്, ഒരു തരത്തിലുള്ള അതായത് നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് തന്നെ ഇഷ്ടക്കേട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഇത്തിരി ചെറുതാണെങ്കിലും നമുക്കറിയാം, അത് ഞാൻ കൊടുത്തത് 10 രൂപയാണെങ്കിലും അല്ലെങ്കിൽ 50 ആണെങ്കിലും അത് എന്താണ്, അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്, ആ ചിന്തയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എത്ര നല്ലവരായില്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ധാന്യമണിയോടാകുന്നു. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു, ഓരോ കതിരിലും 100 ധാന്യമണിയും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഇത്രയേ കൊടുത്തിട്ടുള്ളൂ, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ റബ്ബേ, എനിക്ക് ഇത്രയേ പറ്റിയിട്ടുള്ളൂ, നീ ഇതിനെ എന്താക്കി തരണം? ആ ആയത്തിൽ പറഞ്ഞ പോലെ ആക്കി തരണം. അപ്പൊ നമുക്ക് കൊടുക്കുമ്പോ സന്തോഷാണ്, അല്ലെ? ഇനി ആരെങ്കിലും അധികം ചോദിച്ചാൽ അതിലേക്ക് ഒരു 10 രൂപ അധികം കൊടുത്താൽ അവർ ആവശ്യക്കാരാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൊടുത്താലും എന്താണ്, അള്ളാഹു ഇരട്ടിപ്പിച്ച് തരാണ്. കുറച്ചൊന്നും അല്ല. നമ്മൾ ഈ ധാന്യമണിയുടെ അത്രേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ നീയത്ത് അള്ളാഹ് നോക്കുന്നുണ്ട് കേട്ടാ. അതാണ് നമ്മുടെ ഇഷ്ടക്കേടോ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ ചിന്തകളോ ഇല്ല. റബ്ബേ, സബാ സനാബിൽ ആലോചിച്ചാൽ മതി. ഓക്കെ, 7 നെൽക്കതിരുകൾ
എനിക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്. അപ്പോ ആ ഒരു നെന്മണിയുടെ വിത്തും വളവും എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നീയത്താണ് അല്ലെ? നമ്മളത് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയാണ് അതിന്റെ വെള്ളം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയോട് കൂടി നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചിന്തയിൽ എന്താണ് നീയത്ത് വന്നിട്ടുള്ളത്, ഇതുപോലെ അല്ലെ? സിമ്പിളാണ്, ഒത്തിരി ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്താണ്, അതിൽ നിന്നും 7 കതിരുകൾ ഇങ്ങനെ ഉണ്ടായി. ആ 7 കതിരുകളിലും ഓരോ കതിരിലും 100 എണ്ണം വീതം. അപ്പൊ എത്രയായി? 700 ഇരട്ടി. അതിനേക്കാൾ മോർ തരുന്നാ പറയുന്നത്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന അതിനേക്കാളും കുറെ കൊടുക്കും അള്ളാന്റെ അടുത്ത് നിന്ന് അല്ലെ? ഒട്ടും കുറയൂല. അപ്പൊ നമ്മളാരും നമ്മളെ അടുത്ത് ഒന്നും ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കരുത്. അത് പൈസയുടെ കാര്യം മാത്രമല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അള്ളാഹ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് എന്താണോ നാം നൽകിയത് അതിൽ നിന്ന് ചെലവഴിക്കുക എന്നല്ലേ. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? പൈസ ഉണ്ടാവില്ലായിരിക്കാം, വേറെ എന്തെല്ലാം ഉണ്ട്? ഇൽമില്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കയ്യിലും എന്തോരം ഇൽമുകളുണ്ട്. എന്തെല്ലാം തരത്തില് നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലെ അയച്ചു കൊടുക്കാം, അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കാം. ആരെങ്കിലും ചോദിച്ചു വരുന്നവർക്ക് ഇത് പറഞ്ഞ പോലെ അറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കും. നമ്മൾ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഞാനൊരു ഇതേ എനിക്ക് പറ്റിയിട്ടുള്ളൂ, ഈ ധാന്യമണിയുടെ അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇത്രയും സുബ്ഹാനല്ലാഹ് എന്തോ ആയിക്കോട്ടെ, എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഒരു ഭക്ഷണം ആയിക്കോട്ടെ അല്ലെ, ഒരു വെള്ളം ആർക്കെങ്കിലും കൊടുക്കുന്നതായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഗതി കൊടുക്കുമ്പോഴായിക്കോട്ടെ, നമ്മുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെ ആയിരിക്കണം. അള്ളാഹു അത്രയല്ല മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടും നമ്മളൊരു എങ്ങനെ എന്ത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണ്ട. സുബ്ഹാനല്ലാഹ് നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ നമുക്ക് ഈ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. ചിലരൊക്കെ അൽഹംദുലില്ലാ അതായത് അവരുടെ കയ്യിലുള്ളവര് അവരെന്ത് കേൾക്കുമ്പോഴും എന്തിനും തരാൻ റെഡി ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അത്ഭുതപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ് ഞാൻ വിചാരിക്കും ഇനിയിപ്പോ അടുത്ത കാര്യം എങ്ങനെയാ അവരോട് പേഴ്സണലി പോയി ചോദിക്കാം, ഏതായാലും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ അവർ പേഴ്സണലി ഇതാ വന്നിട്ടുണ്ടാവും അവരുടെ പൈസ. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷെ അതോടൊപ്പം തന്നെ 100 രൂപ അയച്ചിട്ട് അല്ലെ, ഇത് അതിലേക്ക് എടുക്കണേ, ഇത് കിണറിലേക്ക് എടുക്കണേ, ഇത് ഗസയിലേക്കുള്ള വെള്ളത്തിലേക്ക് എടുക്കണേ, ഇത് ഖുർആന്റെ ആ ഒരു ഇതിലേക്ക് എടുക്കണേ, ഇത് ആ വീട്ടിന്റെ ഇതിലേക്ക് എടുക്കണേ, പനപദ്ധതിയിൽ ഇങ്ങനെ പറയുമ്പോ ഒന്ന് ആലോചിക്കുക. ഒരു 500 രൂപ അവർ എത്ര നെന്മണിയാ നട്ടിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് എത്രമാത്രം പ്രതിഫലം നൽകുക. കൂടുതൽ നൽകുന്നവർക്കും അതെ, അതുപോലെ ഇത്ര നൽകുന്നവർക്ക് അള്ളാഹു അല്ലേ ഇരട്ടിപ്പിച്ച് നൽകുന്നവന്. അത് എത്രയാണ് കണക്കെന്നൊന്നല്ലേ, അത് അള്ളാഹുവിന് അത്രമാത്രം വിശാലമായിട്ടുള്ള റബ്ബിന്റെ അടുത്ത് നമ്മൾ എന്തിനാണ് അല്ലെ നമ്മൾ സംശയപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പോ സന്തോഷത്തോടു കൂടി നൽകുക. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ്. അതൊരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. ഈ റമദാൻ മാസത്തില് നമ്മൾ അടുത്തുള്ളവരോ അല്ലെങ്കിൽ അല്ലാത്തവർ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ടാവാം, നമ്മളോട് വന്ന് ചോദിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇതൊക്കെ കൊടുത്തിട്ടും അല്ലെ ഒരു കാര്യത്തിന് വിളിച്ചാല് വരില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല, അത് അവരുടേതാണ്. അവർക്കും അസുഖങ്ങൾ ഉണ്ടാവും. നമ്മളെപ്പോൾ നമുക്ക് അസുഖമായിട്ടായിരിക്കും ചിലപ്പോൾ അവരെ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട്, അപ്പൊ അവർ വന്നില്ല. ചിലപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഹെൽപ്പിന് വരുന്നവർക്കൊക്കെ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ കൂടുതൽ കൊടുക്കും. എന്നിട്ട് എന്താ ആഗ്രഹിക്കുക, ഇനി എന്തെങ്കിലും ഏതൊരു അത്യാവശ്യത്തിൽ അവളെ വിളിച്ചാൽ വരുമല്ലോ. പക്ഷെ അവർ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പോയി, പിന്നെ അതോടെ തീർന്നു. ഇതെല്ലാം എന്താവും, ഒലിച്ചങ്ങോട്ട് പോകും. അതാണ് അള്ളാഹ് പറയുന്നത്. എന്തെങ്കിലും തരത്തില് അല്ലെ നമ്മൾ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് ശല്യം ഉണ്ടാക്കി നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. പറയുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സ്ത്രീകൾ ഒരുപാട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നഷ്ടപ്പെടുത്തി കളയുന്നവരും കൂടുതലും സ്ത്രീകൾ തന്നെയായിരിക്കും. അവരുടെ നാവ് കൊണ്ട് സഫം. നമുക്ക് ഏറ്റവും നല്ല കൗലുള്ളവരാണ് നമ്മൾ അല്ലെ. അള്ളാഹ് പറഞ്ഞ കൗലൻ സദീദ എന്ന് പറഞ്ഞിട്ടില്ലേ, ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ ശ്രമിച്ചു നോക്കുക നമ്മുടെ സംസാരത്തിനെ ഒന്ന് നന്നാക്കണം. റംസാനോട് കൂടിയിട്ട് എല്ലാവരോടും. നമ്മളിപ്പോ ഖുർആന്റെ ഫ്രണ്ട്സിനോട് മാത്രം നമ്മളെ ഭയങ്കര നല്ല ആൾക്കാർ അങ്ങനല്ല. ഞാൻ പറയല്ല, മക്കളുടെ അടുത്ത്, ഭർത്താവിന്റെ അടുത്ത്, ഭർത്താവിന്റെ പാരന്റ്സിന്റെ അടുത്ത്, നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും, നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. അതിനെ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നല്ലത് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരാളെ നമുക്ക് ചെയ്തു കൊടുക്കണം, ഒരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. പൈസ കൊടുത്തത് മാത്രമാവില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ആയിരിക്കും നമ്മൾ ചെയ്തു കൊടുത്ത്. തിരിച്ച് നമ്മൾ അവരിൽ നിന്നും ഹെൽപ്പ് പ്രതീക്ഷിച്ചോ? അത് പ്രതീക്ഷിക്കാനല്ലല്ലോ റബ്ബ് പറഞ്ഞത്. ധാന്യമണിയെ പോലെ 700 ഇരട്ടി പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് ആലോചിക്കാനല്ല പറഞ്ഞത്. അല്ലാതെ ഈ ആളിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തെറ്റിപ്പോയില്ലേ? എന്ത് ഹിദായത്തെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ട് പോലും അല്ലെ നമ്മുടെ നീയത്ത് തെറ്റിപ്പോണം. നീയത്ത് ശരിയാക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഖുർആനിലൂടെ നീങ്ങുമ്പോൾ നമുക്കറിയാം ഇന്ന കാര്യം ചെയ്യുമ്പോൾ റബ്ബ് ഇങ്ങനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് ആലോചിക്കാണ്. ഹദീസുകൾ പഠിക്കണു
അല്ലെ? ഓരോ കാര്യങ്ങളിലും നമുക്ക് ഇന്നിന്ന പ്രതിഫലം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും വേറെ ചിന്തയിൽ വരൂലാലോ, വെറുതെ കാട്ടിക്കൂട്ടലായി മാറൂല. അപ്പൊ ഏറ്റവും നമുക്ക് വേണ്ടത് ഇൽമ തന്നെയാണ്, അല്ലെ? അത് ഉറപ്പാണ്, അതിലൊരു സംശയവും ഇല്ല. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? സുബ്ഹാനല്ലാഹ്. എന്തായാലും ഒരു തരത്തിലും തന്നെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞോ ഒന്നും നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ഈ കൊടുക്കലിന് അതെന്തോ ആയിക്കോട്ടെ നമ്മൾ ആകരുത്. നമ്മളിപ്പോ ചിലപ്പം ഭക്ഷണമൊക്കെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് കൊടുത്തയക്കും, അല്ലെ? അപ്പൊ അടുത്ത ദിവസം എന്ത് വിചാരിക്കും? അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ടും കൊടുത്തയക്കുന്നു. അവിടെ നോമ്പോറൊക്കെ നടന്നു, ഒരു സമൂസ പോലും ഇങ്ങോട്ട് കൊടുത്തയച്ചില്ല, അസ്തഗ്ഫിറുല്ലാഹ്, വലിയ നോമ്പോറൊക്കെ ആയിരുന്നു, നമ്മളെ വിളിച്ചില്ല, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഓരെങ്ങനെ ഇങ്ങനെ? നമ്മൾ എന്തിനാ ചെയ്തത്? നമ്മളെ നീയത്ത് എവിടെയാ തെറ്റിപ്പോണ്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയല്ലേ നമ്മൾ ആവണ്ടേ? നമ്മളെല്ലാവർക്കും ഓർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, നമ്മൾ അന്നേരം അവർക്ക് കൊടുത്തയച്ചു. നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് നീങ്ങണം. അവർ കൊടുത്തയക്കുക അവരുടെ സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരുണ്ടാക്കിയത് അവിടെ തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നില്ല. നല്ലത് ചിന്തിക്കാനല്ല റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹുസ്നുൽ വന്നല്ല നമുക്ക് വേണ്ടത്. പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലും തരത്തില് ഇത് റംസാനിലെ മാത്രമുള്ള കാര്യങ്ങളല്ലല്ലോ, അല്ലാതെയും ആരെങ്കിലും ഒക്കെ ഗൾഫിൽ നിന്ന് വന്നവരുണ്ടാവും, അവരിങ്ങോട്ട് വന്നില്ല, അല്ലെ അവരങ്ങോട്ട് പോയില്ല, അവരവിടെ പോയിട്ടുണ്ട്, ഇവിടെ വന്നിട്ടില്ല. ഞാൻ അവിടെ എത്രയോ പോയത് എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ അവർക്ക് കുറെ ഇപ്പൊ ഇവിടെ ആരെങ്കിലും എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ടു കൊടുത്തു, ഞാൻ അവരുടെ കുട്ടികൾക്കൊക്കെ ഒരുപാടൊക്കെ കൊണ്ടു കൊടുത്തിരുന്നു. പക്ഷെ അവര് വന്നിട്ട് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങളുടെയും എന്താണ് നമ്മുടെ എന്താ പറയാ ആഗ്രഹിച്ചത്, അതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നീയത്ത് എന്തായിരുന്നു, അതിനനുസരിച്ചേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആ ഒരു വർത്താനം കൊണ്ട് എന്തായി, നമ്മൾ ചെയ്തതെല്ലാം നിഷ്ഫലമായി പോവാണ്. സുബ്ഹാനല്ലാഹ്. അതായത് അതിനെ ഉപമിച്ചിരിക്കുന്നത് നമുക്ക് അല്ലെ ഭയങ്കര എളുപ്പത്തിലാണ് ഇത് മനസ്സിലാവുക. സുബ്ഹാനല്ലാഹ്. ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല. മുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറ, മിനുസമുള്ള പാറന്റെ മുകളിൽ ഒരു മണ്ണുണ്ടെങ്കിൽ എന്താണ് അല്ലെ, ഒരു മഴ, കനത്ത മഴ എന്ന് പറയാം, കനത്ത മഴയും വേണമെന്നില്ല, വെറുതെ ഒരു ചാറ്റൽ മഴ പെയ്താൽ അതങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് പോയിക്കോളൂ, അല്ലെ? ഒന്നും ഉണ്ടാവില്ല, മൊട്ടപ്പാറയായിട്ട് മാറും. അവർ അധ്വാനിച്ചതിന്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയില്ല. ഒരുപാട് എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഒന്നും ഇല്ലാതാക്കി കളയാൻ വർത്താനം കൊണ്ട് അല്ലെ നശിപ്പിച്ച് കളയുന്ന ചിന്തകൾ കൊണ്ട് അല്ലെ നശിപ്പിച്ച് കളയുന്നവരായിട്ട് നമ്മൾ ആരും മാറരുത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അറിവ് തന്നിട്ടുണ്ട്. ആ അറിവ് കൊണ്ട്, അതായത് അള്ളാഹു നമ്മുടെ മുന്നിൽ ഇട്ട് തന്നെ ഈ ഹിദായത്ത് കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. ഈ വഴിയിലൂടെ അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും നേരായ അല്ലെ ഖുർആൻ എന്ന നമ്മുടെ മുന്നിലുള്ള ഈ ഒരു മാർഗത്തിലൂടെ ഈമാൻ ഉറച്ചവരായിക്കൊണ്ട് ഏറ്റവും നല്ല മുത്തഖികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. മുത്തഖികൾ ക്വാളിറ്റി എന്ന് പറയാൻ കുറെ ഉണ്ട് അല്ലെ ഖുർആനിൽ. അള്ളാഹു അങ്ങനെയാണ് മുത്തഖികൾ, ഇങ്ങനെയാണ് മുത്തഖികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല പല ഗുണങ്ങളാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത്. അള്ളാഹിന്റെ അടുത്ത് നമ്മൾ ദുആ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഏറ്റവും വേണ്ടത് ഖുർആനിലെ ഹിദായത്തിനെയാണ്. അപ്പോ അത് മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ നേരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് തന്നെ നമ്മൾ റബ്ബിനോട് ചോദിക്കുക. അത് നമ്മൾ അല്ലാതെയും, നമ്മൾ ഫാത്തിഹയിൽ മാത്രം, ഫാത്തിഹ ഓതുമ്പോൾ മാത്രമേ നമ്മൾ ഈ ദുആ പറയുന്നില്ല. നമുക്ക് എല്ലാ ദുആകളുടെ കൂടെയും നമ്മൾ എനിക്ക് നേർവഴി കിട്ടണം, ഞങ്ങൾക്ക് അല്ലെ, നമ്മൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവരെയും ചിന്തിച്ചുകൊള്ളു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റബ്ബേ ഞങ്ങൾ നിന്റെ നേർമാർഗത്തിൽ. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരുന്നത്. വൃക്ഷത്തിനെ പോലെ ആകണം, എന്തെങ്കിലും എന്ത് കാര്യം, ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അല്ലെ, അത് മിസ്കാല ദറയാണെങ്കിലും അതെന്താണ്, അള്ളാഹു ഇത്ര എനിക്ക് ആക്കി തരുമല്ലോ, ഇത്രത്തോളം കിട്ടുമല്ലോ, എന്തൊരു സന്തോഷമായിരിക്കും നമുക്കത് ചെയ്യാൻ അല്ലെ. നമ്മൾ ഉണ്ടാക്കിയതിന് ഒരു ഇത്തിരി ആണെങ്കിൽ നമ്മുടെ അയൽക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, ഇതാണ്, അല്ലാണ്ട് വേറൊന്നല്ല. ഓരെന്താ ഇങ്ങോട്ട് തരും, അല്ലെങ്കിൽ ഒരു നല്ല വർത്താനം പറയും, നല്ലതായിരുന്നു എന്ന് പറയും, അങ്ങനെ സംഭവമാണെന്ന് പറയും, അതൊന്നും വിചാരിച്ചിട്ടല്ലത്. ഒരിക്കലും നമ്മുടെ നിയ്യത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്താ പറയുക, ഒന്നും ഇല്ലാത്തവരെ പോലെ, നഷ്ടപ്പെട്ടൊരു മൊട്ടപ്പാറയെ പോലെ നമ്മൾ ആയിക്കൂടാ. നമ്മൾ ആവേണ്ടത് എന്താണ് ശരിക്കും, അല്ലെങ്കിൽ കടപുഴകി വീഴുന്ന ഉണക്ക മരത്തെ പോലെ നമ്മൾ ആയിക്കൂടാ. ഈമാൻ ഉറച്ച അല്ലെ, ഉറച്ചു നിൽക്കുന്ന അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന, പടർന്ന് പന്തലിക്കുന്ന വൃക്ഷങ്ങളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ഹിദായത്തിന് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഖുർആനെ ഇത്തരത്തിലൊക്കെ മാറ്റിത്തരാൻ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ പറഞ്ഞ ഖുർആന്റെ ഹിദായത്തിനെ പിൻപറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളിലുള്ളവരാണ്. ചിലരൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയാറില്ല. ഇന്നിപ്പോ കുറച്ചു നേരത്തെ സംസാരിച്ച ഒരാൾ പോലും അവർ മറ്റുള്ളവരുടെ ഒരു പ്രയാസം എന്നോട് പറയാനാണ് വിളിച്ചത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഗ്രൂപ്പിൽ പറയാൻ വേണ്ടി. പക്ഷെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒന്നും രണ്ടും ഒന്നല്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടും ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും തന്നെ. അപ്പോ നമ്മള് മനസ്സിലേക്ക് ഈ ഖുർആനിനെ അല്ലെ
നമ്മുടെ വഴികാട്ടിയായ ഖുർആനെ നമുക്ക് ഇതൊക്കെ ആക്കി കിട്ടണം. ആ വഴികാട്ടിയായി കണ്ടാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുക. നമ്മൾ എപ്പോഴും അല്ലെ റമദാനിൽ മറക്കാതെ ഈ ദുആ പറയുന്നുണ്ടല്ലോ അല്ലെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഇത് പറയാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നിട്ടോ, കാരണം ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വഴിയിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് എന്തൊക്കെയാവണം? നമ്മുടെ മനസ്സിലെ ഹൃദയത്തിന്റെ വസന്തം, എപ്പോഴും സമാധാനം. അതല്ലേ നമ്മള് വസന്തം എന്ന് പറയുമ്പോ എന്താണ്? നല്ലൊരു കൂൾ ഫീലിംഗ് ഉള്ള ഒരു ടൈമാണ് അല്ലെ. എപ്പോഴും നല്ല പൂക്കളും എന്താ പറയാ നല്ലൊരു ക്ലൈമറ്റും ഒക്കെ നിറഞ്ഞ് നല്ലൊരു സന്തോഷം നൽകുന്ന നമുക്ക് ഇഷ്ടമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് അല്ലെ. നമുക്കൊന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് കൊലായിൽ ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. ഒരു നല്ലൊരു തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ടാവും, പൂക്കൾ അല്ലെ, പൂക്കളൊക്കെ ഉണ്ടാവും, ചെടികളൊക്കെ നല്ല ഗ്രീൻ ആയിരിക്കും. മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു സീസൺ ആണല്ലോ അത് വരുന്നത്. അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു സമാധാനം സന്തോഷം നൽകുന്ന ഒരു സീസൺ ആയിരിക്കണം എന്റെ മനസ്സിൽ. അത് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഖുർആനിൽ നിന്ന് കിട്ടും. സുബ്ഹാനല്ലാഹ്, എന്റെ മനസ്സിന്റെ പ്രകാശം. എനിക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം അല്ലെ, നല്ല വെളിച്ചത്തോടു കൂടി തന്നെ നമ്മളെ മുന്നിൽ അള്ളാഹു വഴി കാണിക്കും. മനസ്സിനൊരു ഒരു 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 കുളിർമയാണ്, ഒരു വെളിച്ചമായിക്കൊണ്ട് അല്ലെ. നമ്മളെപ്പോഴും സമാധാനത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, ചിന്തകളും കാര്യങ്ങളും എന്തോ ആയിക്കോട്ടെ അല്ലെ, ജലാ ഹുസ്നി എല്ലാം പോക്കി തരണം, എന്റെ പരിഹാരമാക്കി മാറ്റി, എന്റെ പ്രശ്നങ്ങളുടെ എന്റെ എന്ത് വിഷമങ്ങളാണ് എനിക്കുള്ളത് അതിന്റെ പരിഹാരമാക്കി. കാരണം പരിഹാരം ഖുർആനിൽ കാണും. ഇന്നിപ്പോ നമ്മൾ പഠിച്ചപ്പോ നമുക്ക് മനസ്സിലായി, എന്റെ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെയല്ലേ നിൽക്കേണ്ടത്, ഞാൻ ഇങ്ങനെ ഉറച്ചു നിൽക്കും, ഞാൻ പ്രവർത്തിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ചേഞ്ചസ് താനേ വന്നോളൂ. അള്ളാഹ് എങ്ങനെയാ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ തരാം, നിങ്ങൾക്ക് തഖ്വ കൂട്ടി തരാം, നിങ്ങൾക്ക് എന്റെ സ്നേഹം തരാം. ആകെ ചെയ്താൽ മതി ആമനു വഅമിലു സ്വാലിഹാത്ത്, ആമനു വഅമിലു സ്വാലിഹാത്ത്. എത്ര നമ്മൾ ഇപ്രാവശ്യം ഈ ഖുർആൻ ഓതിയപ്പം അല്ലെ നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, ആമനു വഅമിലു സ്വാലിഹാത്ത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ അള്ളാഹ് പറഞ്ഞത് അല്ലെ? നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇത് തരാം, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊരു എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിനെ അല്ലെ ഖുർആനെ വഴികാട്ടിയായി കണ്ടാൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു എന്താണ് എളുപ്പമാക്കി തരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു ഒരിക്കലും അല്ലെ, അള്ളാഹുവിന്റെ വാക്ക് സത്യമാണ്, ഒരിക്കലും എന്താണ് അത് തെറ്റിക്കില്ല റബ്ബ്. നമുക്ക് ഉറപ്പുള്ള കാര്യം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആരുടെ വാക്കിലും ഉറപ്പില്ല. നമ്മുടെ സ്വന്തം ആൾക്കാർ, മക്കളുടെയോ ഭർത്താവിന്റെയോ കുടുംബക്കാരുടെയോ കാര്യത്തിലൊന്നും നമുക്കൊരു ഉറപ്പുമില്ല. അതൊക്കെ ചിലപ്പോൾ നടന്നാൽ നടന്നില്ലെങ്കിൽ ഇല്ല. അവിടെയും നമ്മൾ എന്ത് കാര്യത്തിന് ഇൻഷാ അല്ലാഹ് പറയുന്നുള്ളൂ, അള്ളാഹു ഉദ്ദേശിക്കണ്ടേ, എന്നാലല്ലേ നടക്കുകയുള്ളൂ. പക്ഷെ റബ്ബിന്റെ നമ്മൾ ഉറപ്പിച്ചോ, തവക്കുല് സെറ്റാണോ, റബ്ബിനോട് നമ്മൾ ചോദിക്കണ്ടോ, അള്ളാന്റെ വഴിയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ, അള്ളാഹു പരിഹാരം കാണിച്ചു തരുമല്ലോ. പറഞ്ഞല്ലോ, അള്ളാഹു തഖ്വയുള്ളവർക്ക് അള്ളാഹു പോം വഴി കാണിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ എല്ലാ വ്യാകുലതകളെയും നീക്കുന്ന എല്ലാം ക്ലിയർ ആക്കി റബ്ബ് നമുക്ക് ഒരു സമാധാനം എന്ന് പറയുന്ന മനസ്സിന്റെ ഏറ്റവും നല്ലൊരു വസന്തം നൽകാൻ നമുക്ക് ഖുർആൻ കൊണ്ട് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനാണ് നമ്മളിങ്ങനെ ഈ റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനിടാം. എന്നാലും ഈ ഒരു സമയത്ത് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് ഇവിടെ ഒരുമിച്ച് ചേരുന്നത് ഈ ഒരു സമയവും. കാരണം ഖുർആൻ തദബ്ബുർ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഖുർആൻ ഓതാനുള്ളത് മാത്രമാക്കി മാറ്റിയിരുന്നു ഒരു കാലത്ത്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു പുറത്തു തരട്ടെ ഓരോ സമയവും. പക്ഷെ തദബ്ബുർ ചെയ്യുമ്പോഴാണ് ശരിക്കും എന്താണ് നമ്മളുടെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ആ വഴിയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അല്ലാഹു അക്ബർ. അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ഓരോ ദിവസവും അല്ലെ, രാവിലെയും ഈ ഒരു സമയത്തും ഒക്കെ ആയിട്ട് റമദാനിൽ നമ്മൾ ഇങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്നത് ഇത് ഏറ്റവും നല്ലൊരു സമയമാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെയാണ് നമ്മൾക്ക് വഴികാട്ടിയായി കിട്ടുന്നത്. ഓരോ ആയത്തുകളും നമ്മൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരായത്തെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ റമദാനിന് എനിക്ക് കിട്ടിയ ആയത്ത് ഒന്ന് ഖുർആനിലേക്ക് ഒന്നുകൂടി ഒന്ന് പോയി നോക്കണം. അതിന്റെ തഫ്സീർ പറ്റുമെങ്കിൽ വായിച്ചു നോക്കണം. അതിനെക്കുറിച്ച് വല്ല ക്ലാസ്സുകൾ എക്സ്ട്രാ എവിടെയെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ കേട്ട് നോക്കണം. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ് അങ്ങനെയാകുമ്പോൾ. മറ്റേ നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പല ആയത്തുകളും കേൾക്കുന്നുണ്ട്. ഏതൊരായത്തിനെയും നമ്മൾ ജീവിതത്തിലേക്ക് വഴികാട്ടിയായി നമ്മൾ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ പറയാനില്ലാത്തവരായി പോകരുത് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഏതൊരായത്താണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ പറയാനില്ലാത്തവരായി. ഈ റമദാൻ മുഴുവൻ കഴിഞ്ഞിട്ട് ഒരായത്ത് നമ്മളെ സ്വാധീനിച്ചില്ലേ, ഒരായത്ത് നമ്മൾക്ക് വഴികാട്ടിയായിട്ട് കിട്ടിയില്ലേ, അപ്പൊ നമ്മൾ ആരായി? നഷ്ടക്കാരായി മാറി. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാത്തവരായിട്ട് മാറിപ്പോകും. അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ ദുആക്ക് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ
എന്നോട് ദുആക്ക് വസിയത്ത് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അവരുടെ പ്രശ്നങ്ങളുണ്ട്, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ദുആ ചെയ്യാൻ പറഞ്ഞ ആൾക്കെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡിന് വയ്യ, അതോടൊപ്പം മോനെയും ഒരുപാട് വിഷയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ പെട്ടുപോയിട്ടുണ്ട്. വീടും പ്രയാസങ്ങളും, സ്വന്തമായിട്ട് വീടാവാതെ കുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് മക്കളെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, ഹസ്ബൻഡിന്റെ ജോലി വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ പല ഒറ്റപ്പെട്ടു പോകുന്ന ഉമ്മമാര്, ഒരുപാട് കാര്യങ്ങൾ അല്ലെ, മക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ. എന്തൊക്കെ ദീനും കാര്യങ്ങളും പറഞ്ഞു കൊടുത്താലും കുട്ടികൾ അങ്ങനത്തെ, നമ്മള് കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ റബ്ബിൽ യഖീനോട് കൂടി നിൽക്കുക, റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണ്ടല്ലോ, വഴി കാണിക്കണേ നമ്മൾക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അള്ളാഹു വഴി കാണിക്കും. ദുആ ചെയ്യുക നമ്മള്. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ദുആ റബ്ബ് കേൾക്കും. പറഞ്ഞല്ലോ, നമ്മൾ കരീബുണ്ട്. ആ കരീബുള്ള റബ്ബിനോട് നമ്മൾ ഓരോരുത്തരും, ഈ പ്രശ്നങ്ങളുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുക, റബ്ബിനോട് നേരിട്ട് തന്നെ ചോദിക്കുക. റബ്ബ് എല്ലാം ശരിയാക്കി തരും. ആ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കും, യഖീൻ ഉണ്ടാവണം, അത് നിർബന്ധമാണ് അല്ലെ. ദുആയുടെ കാര്യത്തിൽ നമ്മൾ നിരാശരാവരുത്. നിരാശയാണ്, ഇത്രയൊക്കെ ആയല്ലോ എന്നിട്ടും ഇത് എന്റെ കാര്യം ശരിയാവണില്ലല്ലോ പഠിച്ചോനെ നമ്മൾ വിചാരിക്കരുത്. പഠിച്ചോനെ ശരിയാക്കി തരണം, പഠിച്ചോനെ ശരിയാക്കി തരണം, അത്രയേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ അഹ്സാനിനാ വദഹാബ ഹമൂമിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ വദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمهما كما ربيانا صغيرا. رب ارحمهما كما ربيانا صغيرا. رب ارحمهما كما ربيانا صغيرا. يا مقلب القلوب ثبت قلوبنا على دينك. يا مقلب القلوب ثبت قلوبنا على دينك. يا مقلب القلوب ثبت قلوبنا على دينك. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.